ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമ സ്വാമിയെ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി കൂടെ വിടണം എന്ന് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് അപേക്ഷിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ഇപ്പൊ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയുള്ള രാമന്റെ കാട്ടിലേക്കുള്ള യാത്ര, അതൊരു എഡ്യൂക്കേഷണൽ ടൂർ എന്ന് പറഞ്ഞാൽ രാമന്റെ പേഴ്സണാലിറ്റി മുഴുവൻ മാറുന്നതായിരുന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണ് മാറുക? വ്യക്തിത്വം ഒരാൾക്ക് മാറ്റിത്തരാൻ പറ്റില്ല. വിദ്യാഭ്യാസം മാത്രം മനുഷ്യർക്ക് പോരാ. വിദ്യാഭ്യാസം മാത്രമായാൽ വ്യക്തിത്വ വികസനം ഉണ്ടാവില്ല. അത് രക്ഷിതാക്കൾ അറിയാതെ പോയതാണ് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം. രാവിലെ ട്യൂഷന് പോകും കുട്ടികള്, വൈകുന്നേരം വീട്ടിലെത്തിയ ട്യൂഷന് പോകും. കുട്ടികൾക്ക് ഈ ട്യൂഷനാണ് ഏറ്റവും പ്രധാനം. പിന്നെ കുറച്ച് പെൺകുട്ടികൾ രാവിലെ ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സിന് പോവും, കുറച്ചുപേര് മ്യൂസിക് ക്ലാസ്സിന് പോവും. ഇവിടെ പിന്നെ നീന്തലുണ്ടോ അറിയില്ല. ചിലയിടത്ത് നീന്തൽ വലിയ കാര്യമാണ്, ചിലയിടത്ത് സ്പോർട്സ് വളരെ പ്രധാനമാണ്. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ക്രിക്കറ്റ്, വോളിബോള്, അല്ലെങ്കിൽ ഷട്ടില്, ലോങ് ടെന്നീസ്, അല്ലെങ്കിൽ മറ്റുള്ള ഷോർട്ട് സ്കില്ലുകൾ, അതൊക്കെ അതിനൊക്കെ കുട്ടികളെ പറഞ്ഞേക്കും. അപ്പോ ട്യൂഷൻ മാത്രമായി പോയാൽ എന്തു പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകും. എന്താണ് വ്യക്തിത്വം എന്നുള്ള വാക്ക് കുട്ടികൾ അറിഞ്ഞിരിക്കണം. വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗങ്ങൾ 4 ഭാഗങ്ങളാണ്. 4 ഭാഗങ്ങളാണ്. അതിലൊന്ന് ശരീരമാണ്, ശാരീരികം, നമ്മുടെ ബോഡിയാണ്. ഈ ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യമുള്ള ശരീരമാവുക. ഇന്നിപ്പോ ഒരു പ്രായമായാലൊക്കെ ജിമ്മിൽ പോകേണ്ടി വരിക. കാരണം ഹാർട്ട് കേടുവരുന്നു, ലിവർ കേടുവരുന്നു. പെൺകുട്ടികളായ പെൺകുട്ടികൾക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ തൈറോയിഡ് കയറി പിടിക്കുന്നു. ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരെ പീരീഡ് ഇറഗുലർ ആവും, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ അവർക്ക് പീരീഡ് സംബന്ധമായ പല അസുഖങ്ങളും വന്നു. ഇന്നാണെങ്കിൽ കുട്ടികളിലൊക്കെ എനിക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇന്ന് ഗൈനിക് ഡോക്ടറെ അടുത്ത് കുട്ടിക്കാലത്തെ പോകേണ്ട അവസ്ഥ വരെ. അവര് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് അവരെ പല രീതിയിലും ബാധിക്കും. അപ്പൊ ഇതിനൊരു വഴി എന്താണ്? ഇതിന് പണ്ട് കാലത്ത് നടക്കുമായിരുന്നു മനുഷ്യൻ, ഇപ്പൊ നടത്തില്ല. അതിന് വീടിനകത്ത് വരെ ഓട്ടോറിക്ഷ വരും, അല്ലെങ്കിൽ ബൈക്ക് വരും. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ മുറ്റം വരെ വരുന്നുള്ളൂ എന്ന് വെച്ചോളൂ. അപ്പൊ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നടത്തം ക്രമേണ കുറഞ്ഞു. അപ്പോ ആരോഗ്യമുണ്ടാവാനാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒരു 10 റൗണ്ട് പ്രദക്ഷിണമൊക്കെ വയ്ക്കും. ഒരു പ്രായമായിട്ട് നടക്കാൻ പോയിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ നടന്നിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ PCOD പ്രശ്നമൊക്കെ പേറിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കും. PCOD പ്രശ്നം ഒരു കോമൺ ഇഷ്യൂ ആണ് കുട്ടികൾ. അപ്പം ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വരുന്ന, അല്ലാതെ പ്രകൃതി ഉണ്ടാക്കിയ രോഗങ്ങളല്ല. അത് അച്ഛനമ്മമാര് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം അച്ഛനമ്മമാരെ സംബന്ധിച്ച് കുട്ടികളെ വളർത്തുക, ട്യൂഷന് പറഞ്ഞയക്കുക, അത്രയാണ് പ്രധാനം. സ്കൂളിൽ പറഞ്ഞയക്കുക, കോളേജിൽ പറഞ്ഞയക്കുക. ആരോഗ്യമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. പറയൂ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ നമുക്ക് ബാക്കി എന്തും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ആരോഗ്യം തകിടം മറിച്ചിട്ട് എന്തുണ്ടായിട്ട് എന്താ കാര്യം? ജോലിയുണ്ട്, പണമുണ്ട്, ആരോഗ്യമില്ല, എന്താ കാര്യമുള്ളത്? ആരോഗ്യം ഉണ്ടാവാനാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി എന്ത് വേണം? കുറെ പ്രദക്ഷിണം വെക്കണം. അതൊരു ശീലമുണ്ടാക്കി വെക്കണം.
രാവിലെയും വൈകുന്നേരം അമ്പലങ്ങളിൽ പോവുക, പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഓക്സിജൻ കിട്ടും. ഈ ക്ഷേത്രം എന്ന വാക്കിന് തന്നെ അർത്ഥം എന്താണ്? ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അതുപോലെ നമ്മളെ ഹിന്ദുക്കൾക്ക് അറിയാം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിയിലുള്ളതോ ഉള്ളിലുള്ളതോ? ഉള്ളിയിലുള്ളതാവില്ല. ആ, ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു, ഞാൻ അതിന്റെ വിശദീകരണമല്ല ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് അതിന്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഞാൻ ചോദിച്ചത് വാക്കിന്റെ അർത്ഥം. അറിയോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കഷ്ടാട്ടോ, നിങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണല്ലേ. ക്ഷേത്രം ഇത്രയല്ലേ ചോദിച്ചുള്ളൂ, വേറെ അപകടമൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരെന്താണ്, അമ്മൂമ്മയുടെ പേരൊന്നും ചോദിച്ചില്ല. നിങ്ങൾ അപകടത്തിൽപ്പെടുത്ത ഒരു ചോദ്യം ചോദിച്ചില്ല. നിങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ ക്ഷേത്രത്തിലാണ്, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരല്ലേ? ആരും പോവാറുമില്ലേ? വണ്ടിയോടെ എടുക്കുമ്പോഴാണോ പറയുന്നത്? അമ്പലത്തിൽ പോവാറില്ലേ? നിങ്ങൾക്ക് പറയാനൊരു നാണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. ക്ഷേത്രം എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം നീ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ അതിന്റെ വിശദീകരണമാണ് തരുന്നത്, ഞാൻ അർത്ഥമാണ് ചോദിക്കുന്നത്. അത് പഠിപ്പിക്കണം കുട്ടികളെ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, രണ്ടക്ഷരങ്ങളാണ്. ക്ഷ എന്നതിന് ക്ഷതനാൽ, ക്ഷതത്തിൽ നിന്നും പറയൂ, ക്ഷതനാൽ. രണ്ട്, ത്രാ എന്നുള്ളതിന് ത്രാണനം. ക്ഷതനാൽ ത്രായതേ ഇതി ക്ഷേത്രം. പറയൂ. ഇനി ആര് ചോദിച്ചാലും പറയണം എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ സഹായിക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. എന്താ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ. ക്ഷത്ര. അപ്പൊ ക്ഷതം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് വീണിട്ട് കാലും കൈയും ചതയുന്നതല്ല. ഇവിടെ ക്ഷതം എന്ന് പറഞ്ഞാൽ ചതവല്ല. ഇവിടെ ക്ഷതം എന്ന് പറഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന അനാരോഗ്യങ്ങളെയും മനസ്സിനുണ്ടാകുന്ന ദുർബലതകളെയും. കാരണം മനുഷ്യന് രണ്ട് ശരീരമുണ്ട്. മനുഷ്യന് എത്ര ശരീരമുണ്ട്? അത് അറിയില്ലേ? പൊതുവേ നമുക്ക് എത്ര ശരീരമുണ്ട്? ഒരു ശരീരമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരു ശരീരമേ ഉള്ളൂ. ശരീരം ഒന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അർത്ഥത്തിലെടുക്കാം. പക്ഷെ പൊതുവേ പറയാ രണ്ട് ശരീരം. ഇതിനെ പറയാ സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരം. നിങ്ങളൊരു പക്ഷേ നിങ്ങൾ പറയുന്നതാണ് ശരി. കാരണം ഞാനതിന്റെ ടെക്നിക്കലി പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ശരീരം ഒന്നേ ഉള്ളൂ. മനസ്സിനെ വിളിക്കുന്നത് ശരീരി എന്ന് വിളിക്കും. ഇതാണ് ഒന്ന് ശരീരവും ശരീരിയും, ഒന്ന് ദേഹവും ദേഹിയും. അപ്പം ശരീരം അതിൻ്റെ ആരോഗ്യവും നിലനിർത്തണം, മനസ്സിന്റെ ആരോഗ്യവും നിലനിർത്തണം. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. ഇന്നിപ്പോ ഡോക്ടർമാര് പറയുന്ന ഒരു കാര്യമാണ് മോർണിംഗ് വാക്ക്. ഷുഗറിന് ഏറ്റവും നല്ല മരുന്ന് എന്താണ്? ഹാർട്ടിന് ഏറ്റവും നല്ല മരുന്ന് എന്താണ്? മോർണിംഗ് വാക്കാണ്. ഞാൻ പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ പോയി. സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ പിള്ളേരും നടക്കാൻ ഇറങ്ങും. കാരണം അവർക്ക് ആരോഗ്യം. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ധാരാളം ഹോസ്പിറ്റലുകളും മരുന്നുകളൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് എന്നാ ആരോഗ്യം മനസ്സിലാവുക അറിയാം. ഇനിയിപ്പോ ഒരു ബില്ല് വരാനുണ്ട് പാർലമെന്റിൽ. ചോദിക്കുമ്പോൾ നമുക്ക് മരുന്ന് തരാൻ പാടില്ല എന്നുള്ളത്. അമേരിക്കയിലൊക്കെ ഉള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന് കാരണം അവിടെ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയോ അത് 6 മാസം വേണം. എത്രയേ?
ഒരു ഓപ്പറേഷൻ, ഒരു പല്ലിന് വിഷമം വന്നു, ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ 3 മാസം വേണം. മനസ്സിലായില്ലേ? മരുന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം. അതില്ലാതെ മരുന്ന് മേടിക്കാൻ പറ്റില്ല. കുറെ കർക്കശന നിയമമുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ഏത് മരുന്നും കടയിൽ പോയാൽ കിട്ടും. അവിടെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും വേണ്ട, ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഏത് ഹോസ്പിറ്റലും എപ്പം വേണമെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോട് വലിയൊരു ശ്രദ്ധയില്ല. എന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ട് വരുന്നോ, എന്ന് നമുക്ക് മെഡിസിൻ കിട്ടാൻ പ്രശ്നങ്ങൾ വരുന്നോ, അന്ന് എന്ത് ശ്രദ്ധിക്കും? ഞാൻ പറയുന്നത് ശരിയാണോ? ആണോ? ഇപ്പൊ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഈവൻ സിംഗപ്പൂരൊക്കെ ഡോക്ടറെ കിട്ടാൻ വലിയ പാടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെയാണെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും ഡോക്ടറൊക്കെ ആയിരിക്കാം, പക്ഷെ മക്കളെ നോക്കാൻ പാടില്ല. അവരെങ്ങനെ മക്കൾക്ക് മരുന്ന് അച്ഛനും അമ്മയും എഴുതി കൊടുത്താൽ നാളെ ചോദ്യം വരും. എന്തെങ്കിലും അലർജി വന്ന് ഇവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത അയാളുടെ മെഡിക്കൽ ഡിഗ്രി പോയി കിട്ടും. ആലോചിച്ചൊക്കെ, സ്വന്തം അച്ഛനും അമ്മയും ഡോക്ടറായിട്ടും കാര്യമില്ല. അങ്ങനത്തെ നിയമമുള്ള രാജ്യങ്ങളുണ്ട്. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ കേട്ടിട്ടില്ല? അങ്ങനെയൊക്കെ നിയമങ്ങളുള്ള രാജ്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഞാനിപ്പോ പറയുമ്പോഴാണോ കേൾക്കുന്നത്? അങ്ങനെ നിയമങ്ങളുള്ള രാജ്യങ്ങൾ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അച്ഛനും അമ്മയും ഡോക്ടറായിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് വേണം? ആരോഗ്യം നോക്കണം. അല്ലെങ്കിൽ ആരോഗ്യം പോയി കഴിഞ്ഞാൽ അച്ഛനുണ്ടായിട്ട് അമ്മയുണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ അതിന് അവർ കൂടുതൽ നടക്കാനൊക്കെ തുടങ്ങും, സൈക്കിൾ ഓടിക്കും, അല്ലെങ്കിൽ അവർക്കറിയാം അസുഖങ്ങൾ വരും. ഇത് നമുക്ക് ബോധം വന്നിട്ടില്ല. പണ്ട് കാലത്ത് ആളുകൾ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഒരുപാട് നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോ എന്താണ് ഇനി വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ നടത്തൊക്കെ കുറയും തോറും നമ്മുടെ ശരീരത്തിന്റെ രൂപം ചെറുതായി 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 വരുന്നു. അപ്പം പണ്ട് കാലത്ത് ധാരാളം ആളുകൾ നടത്തവും മലകയറലും ഉണ്ടായതുകൊണ്ട് ആ ബോഡി അങ്ങനെയായിട്ട് മാറി. മനുഷ്യന്റെ നടത്തൊക്കെ കുറയും തോറും ബോഡിയുടെ സൈസും ചുരുങ്ങി 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 ചുരുങ്ങി. ഇപ്പൊ തന്നെ പണ്ടത്തേതിനേക്കാളും പഴയ കാലത്തൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു സ്കൂളിലൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ മൂടിയും താടിയൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇന്നിപ്പോ പൊടിപ്പിള്ളേരാ 10ാം ക്ലാസ്സിൽ അധികരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവളെ UKG കഴിഞ്ഞവളാണോ എന്ന് സംശയം വരും. കാരണം അത്ര ചെറിയ സൈസുള്ള കുട്ടികളൊക്കെയാണോ ചില സ്കൂളുകളിലൊക്കെ. എന്നാൽ ഒരു കാലത്ത് എത്ര നീളോ ഉയരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ എത്രമാത്രം മുറിയിൽ ഒതുങ്ങി നിൽക്കുന്നോ അവരുടെ ജനറേഷൻ എങ്ങനെയും മാറും. ഇവിടെ വന്നില്ലേ? കാരണം അവർക്ക് പ്രകൃതിയിൽ ആവശ്യമില്ല. പ്രകൃതിക്ക് ആവശ്യമുണ്ടെങ്കിലേ, നീഡ്സാണ് പ്രകൃതി എപ്പോഴും നമ്മളെ ശരീരത്തിന് രൂപഭേദം മാറ്റുന്നത്. ആണോ? ആണോ ഇല്ലയോ? അപ്പൊ നിങ്ങളായിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? കുട്ടികളുടെ അടുത്ത തലമുറ എങ്ങനെയിരിക്കും? മനസ്സിലായില്ലേ? ഞാൻ കുട്ടികളുടെ ഉയരം എന്താവോ? കുറഞ്ഞു 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 വരും. നോക്കൂ, നമ്മളുണ്ടാക്കുന്ന ഒരു ദുരന്തം ഉണ്ടാക്കുന്നു. മനസ്സിലായില്ലേ? ഈ അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു 6, 7 ഇതിന്റെയൊക്കെ സൈസിന്റെ ചെരുപ്പ് കിട്ടാൻ വലിയ പാടാണ്. എവിടെ? ചൈനയില്. ആണുങ്ങൾക്ക് ചെരുപ്പ് കിട്ടാൻ അതിലും വലിയ പാടാണ്. കാര്യം ഇവിടെ 10ഉം 11 കാലിന്റെ സൈസുള്ള ആളുകളുണ്ട്. കേരളത്തില് ഉണ്ടോ? ഉണ്ടാവില്ലയോ? ഉണ്ട്. അത്രയും വലിയ കാലുള്ളവരുണ്ടാവും. ചൈനയിൽ അങ്ങനെയുള്ള കാലുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് അവർ ആ സൈസ് ഉണ്ടാക്കില്ല. കാരണം ആരും വാങ്ങിക്കില്ല. ഈ തരത്തിൽ കാലം മുന്നോട്ട് പോകും തോറും ആരോഗ്യം വളരെ കുറഞ്ഞു വരും. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയ ദുരന്തം. രണ്ടാമത്തത് മനസ്സിന്റെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ചിന്തകളാണ്. അനാവശ്യ ചിന്തകൾ കഴിവുകളെ ഇല്ലാതാക്കും. ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഉത്കണ്ഠകളും ആകാംക്ഷകളും ആശങ്കകളും അസ്വസ്ഥതകളും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം കുറയ്ക്കും. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം. അപ്പൊ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഇത് മറക്കരുത് നിങ്ങൾ. എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ? ക്ഷതത്തിൽ നിന്നും
ത്രാണനം ചെയ്യുന്ന കേന്ദ്രമാണ് ഏത്? ഇതൊക്കെ അച്ഛനമ്മമാര് പറഞ്ഞു തരേണ്ടിയിരുന്നു നമുക്ക്. അവർ ക്ഷേത്രത്തിൽ പോയാൽ ധാരാളം പ്രദക്ഷിണം വെക്കണം. എന്ത് വേണം? അതെന്തിനാ പ്രദക്ഷിണം വെക്കുന്നത്? പ്രദക്ഷിണം വെക്കും തോറും നമ്മുടെ ഉള്ളിൽ ഓക്സിജന്റെ അളവ് കൂടി വന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നമ്മുടെ വെയിൻസിലൊക്കെ കൂടുതൽ അടിഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോളിന്റെ അംശം കുറഞ്ഞ് ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പ് കുറയും തോറും രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതിനാണ് നമ്മൾ നടക്കുന്നത്. മനസ്സിലായില്ലേ? കൊഴുപ്പ് കുറയുക, അടിഞ്ഞുകൂടി കിടക്കുന്ന കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകണം. അപ്പോ ഒരു ഭാഗത്ത് അത്. അതുപോലെ നാമം ജപിക്കുമ്പോൾ എന്തായി? മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അനാവശ്യ ചിന്തകളും പോകുന്നു. അപ്പൊ മനസ്സിനെയും ശരീരത്തെയും നേരത്തെ പറഞ്ഞില്ലേ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? മറന്നുപോയി നിങ്ങള്. കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തിനാ അമ്പലത്തിൽ പോകുന്നത്. ഞാനൊരു മന്ത്രം പറഞ്ഞു തന്നിരുന്നു ആദിശങ്കരാചാര്യ സ്വാമികളുടെ. എന്താണ്? ചിത്തശുദ്ധി. അപ്പൊ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ എവിടെ പോകുന്നത്? ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യം. ഇതിനെയാണ് ക്ഷതനാൽ ത്രായതേ ഇതി ക്ഷേത്രം എന്ന് പൂർവികര് പറഞ്ഞു വെച്ചിരിക്കുന്നു. മനസ്സിലായി? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മുടെ തലമുറ എവിടെ പോയത്? അമ്പലത്തിൽ പോയത്. നമ്മളിങ്ങനെ വെറുതെ തൊഴുതു പോവുകയാണ്. അതുകൊണ്ട് വ്യക്തിത്വ വികസനം സംഭവിക്കുന്നില്ല. ഈ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമുള്ളൊരു ശരീരം. രണ്ടാമത്തതാണ് മനസ്സ്. ആരോഗ്യമുള്ളൊരു എന്ത് വേണം? മനസ്സ് നമുക്ക് വേണം. ഈ ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത് കലയും കഴിവും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സമബുദ്ധിയും മന്ത്രസിദ്ധിയും സമബുദ്ധിയും സേവനഭാവവും ഒക്കെ ഉള്ളൊരു മനസ്സിനെയാണ് എന്ത് പറയുക? വികസിത മനസ്സ് എന്ന് പറയാ. ഇതാണ് നമുക്ക് മനസ്സിന് വികാസം ഉണ്ടാവുക. അപ്പൊ കലകൾ വേണം, മനസ്സിലായില്ലേ? പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വിശാലത മനസ്സിനുണ്ടാവണം. സമബുദ്ധി ഉണ്ടാവണം. അതിന് മന്ത്രപ്രസിദ്ധി ഉണ്ടാവണം. ഇതൊക്കെ ഉള്ളൊരു മനസ്സിന് മാത്രമേ വികസിത മനസ്സെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടൊക്കെ നാമം ജപിപ്പിക്കണം. സന്ധ്യയ്ക്ക് നാമം ജപിക്കണം. നാമം ജപിക്കുമ്പോൾ തോറും എന്തുണ്ടാവും? മനഃശുദ്ധി ഉണ്ടാവും. മനസ്സിന് ശുദ്ധി ഉണ്ടാവും തോറും മനസ്സിന് ശക്തി ഉണ്ടാവും. മനസ്സിന് ശക്തി കൂടും തോറും പ്രതിബന്ധങ്ങളെ നേരിടാൻ അതിന് കഴിവുണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്. മൂന്നാമത്തതാണ് ബുദ്ധി. ബുദ്ധിക്കുള്ള വികാസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോയത്. അവരൊക്കെ പഠിക്കുകയാണ്. പക്ഷെ ഇന്ന് എന്തു പഠിച്ചാലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എളുപ്പത്തിൽ നല്ല ജോലി കിട്ടുക എന്നത് നമുക്കറിയും. നമ്മൾ വെറുതെ 10ാം ക്ലാസ് ഒക്കെ പഠിച്ച് PD +1 +2 പഠിച്ച് അത് പഠിച്ച് ഇത് പഠിച്ച് ഇന്നിപ്പോ നോക്കൂ ധാരാളം എഞ്ചിനീയർമാര് ജോലിയില്ലാതെ പുറത്തു പോവുകയാണ്. കാര്യം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി വന്നതോടുകൂടി ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നത് കുറഞ്ഞു. ആവശ്യമില്ല. പലരെയും പറഞ്ഞയക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, ഒരു സ്ഥാപനത്തിൽ നിന്ന് 6000 പേരെ പിരിച്ചുവിട്ടിട്ട് ഇപ്പൊ ഗവൺമെന്റ് അവർക്ക് ജോലി കൊടുക്കാന്നൊക്കെ പറയുന്ന ഒരു വാർത്ത നിങ്ങൾ ആരെയും വായിച്ചിരുന്നോ? അടുത്ത ദിവസം വായിച്ചിരുന്നോ? കേരളത്തിൽ സംഭവിച്ചതാണ്. 16,000 പേരെ അങ്ങോട്ട് പറഞ്ഞയച്ചു ഒരു സ്ഥാപനത്തിൽ, ഒരു ഹെൽത്ത് കെയർ സ്ഥാപനത്തിൽ നിന്ന്. വായിച്ചിരുന്നോ ആരെങ്കിലും? വായിച്ചിട്ടില്ല. ഒരാഴ്ചയായിട്ടില്ലേ നടന്നിട്ട് ഒക്കെ. ഈ കേരളത്തിൽ സംഭവിച്ച ആലോചിച്ചു. 6000 പേർക്ക് പെട്ടെന്ന് ജോലി പോവുക പറഞ്ഞുള്ള അവസ്ഥ. അപ്പൊ എന്തോ ഏതോ പഠിക്കലല്ല. ഈ ലോകത്തിന്റെ പോക്ക് നോക്കിക്കൊണ്ട് ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമേ ആ വിദ്യാഭ്യാസം കൊണ്ട് പറയൂ. ഇന്നത്തെ കാലത്ത് BA പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയൂ നിങ്ങൾ. അവർക്ക് പറയൂ. ഇല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈവൻ കമ്പ്യൂട്ടർ സയൻസ് കാര്യമില്ല. അതും മാറിപ്പോയി. ഇന്നിപ്പോ നമുക്ക് ആവശ്യം എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ ആളുകൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മനസ്സ് തെളിയണം. അതിന് നമുക്ക് അങ്ങനെയുള്ള വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അതിന് നമുക്കൊരു ഉപാസന വേണം.
അപ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. വെറുതെ പുസ്തകം ഇരുന്ന് പഠിച്ചതുകൊണ്ടൊന്നും ഇനിയുള്ള കാലത്ത് ആരും രക്ഷപ്പെടാൻ പോണില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണകളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ കോക്രോച്ച് പാർട്ടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ജോലിയില്ല പാവങ്ങൾക്ക്, കുറെ ഡിഗ്രി ഉള്ളവരുണ്ട്. കാരണം ഇന്ന് അവർക്ക് ആ ജോലിയൊന്നും കൊടുക്കാൻ ആരും തയ്യാറില്ല. അപ്പൊ എന്ത് ചെയ്യും? തേരാപേര നടക്കുന്ന സമരം ചെയ്യാല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കുക, സമരത്തിന് വന്നിരിക്കുന്ന 90% കുട്ടികളും വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് യാതൊരു ജോലിയില്ല. ജോലിയില്ലാത്തവരാരും അതിന് പോയിട്ടില്ല. നീറ്റ് എഴുതി പാസ്സായ ഒരുത്തനും നീറ്റ് എക്സാമിനേഷനെതിരെ സമരം ചെയ്യാൻ പോയിട്ടില്ല. മനസ്സിലായില്ലേ? അവൻ പാസ്സായി, അവൻ പഠിക്കാൻ പോയി, അവന്റെ ഭാവി നശിപ്പിക്കില്ല അവൻ. അപ്പൊ ഇത് ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കേരളമൊക്കെ ഉണ്ടല്ലോ, ഇക്കാര്യത്തിൽ വളരെ പുറകിലാണ്. ഒട്ട രാഷ്ട്രീയം പറഞ്ഞ് പഴയ കാലത്തെ കൊടിയും പിടിച്ച് നടന്നുകൊണ്ട് എന്ത് കാര്യമുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നോക്കണ്ടേ? അത് ഈ കമ്മ്യൂണിസം ഒക്കെ തകർന്നു പോയത് അതുകൊണ്ടാണ്. കമ്മ്യൂണിസം വലിയ ആശയമൊക്കെ കൊണ്ടുവന്നുവെങ്കിലും അവര് തകർന്നുപോയി. എന്താ തകർന്നു പോകാൻ കാരണം? ഒരു കാലത്ത് ട്രാക്ടർ ഇറക്കുന്നത് തെറ്റാന്ന് പറഞ്ഞു, ഒരു കാലത്ത് കമ്പ്യൂട്ടർ ഇറക്കുന്നത് തെറ്റാന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ ഇല്ലാതെ, ട്രാക്ടർ ഇല്ലാതെ ഇനി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമായി. ഇനി ആർട്ടിഫിഷ്യൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു അറിയില്ല, ഹൈദരാബാദിൽ ഒരാളെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തു, അമേരിക്കയിൽ ഇരുന്നിട്ട്. മെയിൻ ഡോക്ടർ ഇരിക്കുന്നത് അമേരിക്കയിലാണ്. റോബോട്ടിക് സിസ്റ്റം വെച്ചിട്ട്, AI ടൂൾസ് വെച്ചിട്ട് അയാളുടെ ഹാർട്ടിനെ ഡോക്ടറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അയാൾ നിർദ്ദേശം കൊടുക്കും, അതിനനുസരിച്ച് അയാൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും. ഈ റോബോട്ട്സുകൾ പോയിട്ട് അയാളെ ഹാർട്ടിനെ സർജറി ചെയ്ത് അയാളെ രോഗം മാറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എവിടെ ലോകം പോകുന്നത്. അതായത് ഇനിയിപ്പം പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ അവിടെ പോയി ചികിത്സിക്കേണ്ടെന്നർത്ഥം. എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളെ ചികിത്സിക്കാൻ ലോകത്തിന് അതിരുകളില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മുടെയൊക്കെ ഒരു പ്രായമാകുമ്പോഴേക്കും ലോകം തന്നെ ആകെ മാറി മറന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത്രയും പുതിയ ടെക്നോളജിയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. പക്ഷെ എന്തോ അറിയില്ല, നമ്മുടെ രക്ഷിതാക്കൾക്ക് അത്ര വിവരമില്ലാത്തത് കൊണ്ടാണോ, അവർ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവർ പലപ്പോഴും ഇതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് നല്ല നല്ല രീതിയിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. പോട്ടെ. അപ്പം ഇങ്ങനെ മൂന്നാമത്തത് ബുദ്ധി, നാലാമത്തതാണ് ആത്മീയം എന്നത്. എന്താണ് ആത്മീയം എന്നുള്ളത്? അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം എപ്പോഴും ഓർക്കണം, മറക്കരുത്. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞില്ലേ, എന്ത് നേടാനാണ്? ബ്രഹ്മതത്വം എന്ന് വെച്ചാൽ പൂർണ്ണത നേടാനാണ്. എന്താണ് പൂർണ്ണത? ഇത് ഫിസിക്സ് ആണ് ഈ പഠിപ്പിക്കുന്നത്. ഫിസിക്സ് ആണ്, പ്യുവർ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഫിസിക്സ്? എനർജിയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി. എന്താണ്? E=mc². ഇതാണ് ഇക്വേഷൻ. E എന്നത് എനർജിയാണ്. എനർജിയുടെ വകഭേദമാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അല്ലെ? എനർജി എന്നതിന് പ്രത്യേകിച്ച് യാതൊരു രൂപഭാവങ്ങളൊന്നും ഇല്ല. എനർജി പൂർണ്ണമാണ്. എനർജി ഇൻഫിനിറ്റ് ആണ്. ആണോ? എനർജിയെ നമുക്ക് ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഊർജമാണ്. പ്രപഞ്ചം എന്താണ്? ഊർജം. അത് നമ്മൾ ആകാശ രൂപത്തിലും വായുരൂപത്തിലും അഗ്നിരൂപത്തിലും ജലരൂപത്തിലും കരരൂപത്തിലുമൊക്കെ കാണുന്നു എന്ന് മാത്രം. ഈ പ്രപഞ്ചം ഊർജം. ആ ഊർജത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് കാണുന്ന വസ്തുക്കളൊക്കെ, മാറ്ററുകളൊക്കെ, മാസുകളൊക്കെ. അപ്പൊ ഒരു പൂർണ്ണ ഊർജത്തിൽ നിന്നും വന്ന ഈ പ്രപഞ്ചം ഇനി ഇതെല്ലാം തിരിച്ച് ഏതിലേക്ക് തന്നെ പോവും? ഊർജത്തിലേക്ക് തന്നെ പോകണം. ഏതിൽ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ചു പോകണം. ഇപ്പൊ നമുക്കറിയാം, നമ്മള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി എങ്ങോട്ടാ പോകുന്നത്? കടലിലേക്കാ പോകുന്നത്. അതെന്താ കടലിലേക്ക് പോകാൻ കാരണം? കാരണം പ്രധാനമായും കടലിലെ വെള്ളമാണ് നീരാവിയായി കാർമേഘമായി മാറി എല്ലായിടത്തും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു വീണ്ടും എവിടെ പോവും? കടലിലേക്ക് പോകും. അതായത് എവിടെ നിന്നാണോ വന്നത്, അവർക്ക് പറയണം, അവിടേക്ക് പോകണം. അപ്പൊ നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം നിങ്ങൾ ഒഴിച്ചിട്ടാലും കത്തിച്ചാലും ഇത് മണ്ണിലേക്ക് തന്നെയല്ലേ പോവുക?
അല്ല, ആണോ? അതെന്താ മണ്ണിലേക്ക് പോകാൻ കാരണം? മണ്ണിലുള്ള ആഹാരം കഴിച്ചിട്ട് രൂപപ്പെട്ട ശരീരം തിരിച്ച് മണ്ണിലേക്ക്. എങ്കിൽ മനസ്സിനും ഒരു പൂർണ്ണതയുണ്ട്. മനസ്സിനും ഒരു പൂർണ്ണതയുണ്ട്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഒരിക്കലും ജീവിതത്തിന്റെ ചെറിയ ചെറിയ വിഷമങ്ങളിൽ, ദുഃഖങ്ങളിൽ മുങ്ങി തങ്ങി ഒരുങ്ങിക്കിടക്കാനല്ല ഞാൻ വന്നത്. എൻ്റെ ജീവിതത്തിനൊരു പൂർണ്ണതയിലേക്കുള്ള യാത്രയുണ്ട്. അതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത്തായത്. ബ്രഹ്മം എന്നുള്ള വാക്കിനർത്ഥം ബൃഹത്ത് എന്നാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്ത്. നോക്കോ, വാക്ക് സയൻസാ പഠിപ്പിക്കുന്നത്. ബൃഹത്ത്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്ത്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൃഹത്തായത്, വളരെ വിശാലമായത്, വിസ്തീർണമുള്ളത്. മറ്റൊരർത്ഥം പൂർണ്ണമായത്. എന്താണ്? നമ്മുടെ ഋഷിവര്യന്മാരാണ് ലോകത്തോട് ആദ്യം സയൻസ് പറഞ്ഞത്. ഐൻസ്റ്റീനിയൻ ഫിസിക്സ് ആണ് E = mc², അല്ലേ? നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ അനദർ ഫോം ഓഫ് എനർജി. അദ്ദേഹം അവസാനം പറഞ്ഞു, യു ആർ നോട്ട് ക്രിയേറ്റിംഗ് എനർജി, യു ആർ ട്രാൻസ്ഫോമിങ് എനർജി. എനർജി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എനർജിയെ നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തം. ആണോ? ഇതൊക്കെ എനർജിയാണ്, ആണ് എന്ന് ഐൻസ്റ്റീനിയൻ ഫിസിക്സ്. നമ്മുടെ ഋഷി പറഞ്ഞ മന്ത്രം ഇതാണ്: പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ. പറയൂ. പൂർണ്ണസ്യ പൂർണ്ണമാതായ. ഇത് അറിയാത്തവരെത്ര പേരുണ്ട് ഈ മന്ത്രം? ആദ്യമായിട്ട് കേൾക്കുന്നവര്? ഈ മന്ത്രം കേട്ടിട്ടുള്ളവരെത്ര പേരുണ്ട്? കേൾക്കാത്തവരോ? ഇതുവരെ എനിക്കറിയില്ല എന്ന് എപ്പോഴാണ് ഞാൻ പഠിക്കുന്നതെന്നുള്ള കേട്ടവരെത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ. കഷ്ടം. നിങ്ങൾ നോക്കൂ, നമ്മള് എവിടെയാ കിടക്കുന്നത് ഞാൻ അറിയാൻ വേണ്ടി പറയാണ്. നമ്മുടെ ഹിന്ദുക്കളിൽ പലർക്കും പലതും അറിയില്ല. നമ്മളിങ്ങനെ ഒരു മൃഗത്തിന്റെ പിന്നാലെ മറ്റൊരു മൃഗം പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകുന്നു എന്നല്ലാതെ വലിയ ABCD ഒന്നും മനസ്സിലാക്കിയിട്ടല്ല നമ്മളാരും പോകുന്നത്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയുള്ളൊരു പഠന ക്ലാസ്സുകൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഇല്ല. അത് മാറ്റിയെടുക്കണ്ടേ? വേണോ വേണ്ടയോ? വേണോ? അപ്പൊ നിങ്ങളുടെയൊക്കെ ജോലി അതാണ്. അതാണ് ഞാൻ ഇങ്ങനെ വിസ്തരിച്ച് ക്ലാസ് പറയുന്നത്. നമ്മൾ പറയണം, ആളുകൾക്ക് ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇന്ന് മനസ്സിലാക്കി. എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ? ക്ഷതത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ക്ഷേത്രം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളായിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? നിൽക്കട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഒരു വ്യക്തിക്ക് ശാരീരികം, പറയൂ, മാനസികം, ബൗദ്ധികം, ആത്മീയം, ഇത്രയും വികാസമുണ്ട്. ഏതൊക്കെയാണ്? ശാരീരികം, പറയൂ. ഇപ്പൊ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത്. സ്പോർട്സുകള്, നടത്തം, യോഗ, ജിമ്മ്, കളരി, കരാട്ടെ, കുംഫു, ഇനി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൂട്ടിക്കോളാം. ഇതൊക്കെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി. രണ്ടാമത്തത് മാനസികം. മനസ്സിന് വേണ്ടിയിട്ടാണ് കലകള്, കഴിവുകള്, സേവന പ്രവർത്തനങ്ങള്, മന്ത്രജപങ്ങള്. എന്താണ്? എന്ത് വേണം? മന്ത്രജപങ്ങള്. ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുക, പരിശീലിക്കുക. നാലാമത്തതാണ് ആത്മീയം. അതിനാണ് നമുക്ക് ദിവസവും ധ്യാനവും ജപവും വേണം. എന്ത് വേണം? ധ്യാനം, പ്രാണായാമം, 3 കാര്യങ്ങൾ വേണം. പ്രാണായാമം, ജപം, ധ്യാനം. ഇതാണ്. ഇത് 3ഉം പരിശീലിച്ചു നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ വലിയ മാറ്റം ഉള്ളിൽ സംഭവിക്കും. ഈ തരത്തിലൊരു സമഗ്രത നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ലെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് പറയും കാര്യമില്ല. ഉള്ള കാശ് മുഴുവൻ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ കണ്ടപ്പോൾ, അമ്മ ഒരുപാട് BP മരുന്ന് കഴിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് കിഡ്നിക്ക് ചില പ്രോബ്ലം വന്നു. അപ്പൊ ഡോക്ടർ പറയാണ്, ഇത്രയും കാലം കണ്ടിന്യൂസ്ലി അത് കഴിക്കരുതായിരുന്നു എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കൂ, വേറെ ഡോക്ടർ എന്താ പറഞ്ഞത്?
ഇത് നിർത്തരുത്. ഇപ്പൊ ആ നിർത്താതെ എടുത്ത ടാബ്ലറ്റിന്റെ ദുരന്തമാണ് ഇതിനെ ബാധിച്ചത്, അവരെ കിഡ്നിയെ ബാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഒന്ന് പരിഹാരമാണെന്ന് കരുതുമ്പോൾ ആ പരിഹാരം വേറൊരു ദുരന്തം വെച്ചിട്ടാണ് പോകുന്നത്. അറിയോ നിങ്ങക്ക്? അപ്പൊ ഇതല്ലാതെ എന്ത് നമുക്ക് പരിഹാരമില്ലേ? നമ്മൾ പണിയിരിക്കില്ല. അപ്പൊ പിന്നെ മരുന്നല്ലാതെ ഇതിന് വഴിയില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രദക്ഷിണം വെക്കുന്നു, ജപിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വലിയ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളതൊന്നും ചെയ്യില്ല. കാലത്ത് എണീക്കുന്ന സംസ്കാരങ്ങളും നിൽക്കട്ടെ. അപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ശ്രീരാമസ്വാമിയുടെ വ്യക്തി ജീവിതത്തെ മാറ്റിമറച്ച ആചാര്യനാണ് ആര്? ആരുടെ കാര്യ പറയണത്? വിശ്വാമിത്രൻ. ആരാണ്? രാമായണത്തിൽ പഠിക്കേണ്ട, കുട്ടികൾ പഠിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് രാമനെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി വനത്തിൽ പോകുന്ന ആ ഒരു ഭാഗം. മനസ്സിലായില്ലേ? അങ്ങനെ അവര് പുറപ്പെട്ടു. അപ്പം ആവനാഴി, അസ്ത്രങ്ങള്, രാമന്റെ വില്ല്, ഇതൊക്കെ ഇത് എന്താണ്? രാമന്റെ വില്ലിന്റെ പേരെന്താണ് അറിയോ? രാമന്റെ വില്ലിനൊരു പേരുണ്ട്. എന്താ രാമന്റെ വില്ലിന്റെ പേര്? ഒരു പേരൊക്കെ നിങ്ങൾ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ എല്ലാ വർഷവും രാമായണം വായിക്കുന്നവരാണല്ലേ? ഒരു 10 പ്രാവശ്യം നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കണം എന്നുണ്ട് എനിക്ക്. രാമന്റെ വില്ലിന്റെ പേര് എന്ത് പാണിന്നാ വിളിക്കുക? എന്താണ്? എന്താണ്? വില്ലെന്നാണ് അതിന്റെ പറയാ. രാമനെ എന്ത് പാണിയെന്നാ വിളിക്കുക? കോദണ്ഡം. എന്താണ്? ഇനി മറക്കണ്ട നിങ്ങള്. പറഞ്ഞു പറഞ്ഞവരുണ്ട് ഇവിടെ. ഇത് പണ്ടൊരു സ്കൂളിലെ കർക്കിടക മാസല്ലേ, അപ്പൊ രാമായണം അധ്യാപകൻ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, മലയാളം അധ്യാപകൻ. ഈ രാമായണം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി AEO എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരില്ലേ? ഡി അല്ലേ? കേട്ടില്ലേ നിങ്ങള്? ഈ ഗവൺമെന്റ് സ്കൂളില് സെൻസസ് നോക്കാൻ വരുന്നവർ എന്താ വിളിക്കുക? AEO. മനുഷ്യൻ കയറുന്നു. അങ്ങ് ഒരു കോട്ടയംകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ രാമായണ വായനയൊക്കെ. അപ്പൊ അദ്ദേഹം ഈ സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാലും പാലക്കാട് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത്രയും കുട്ടികളെ നിങ്ങൾ രാമായണ ബോധമുണ്ടാക്കുന്നത്, കുട്ടികൾക്ക് കർക്കിടക മാസത്തിലെ രാമായണത്തിലെ കുറച്ച് കഥകളൊക്കെ ഈ അധ്യാപകൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പം അധ്യാപകൻ ആവേശം കൂടി. ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 4 വർഷം ഞാൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ക്ലാസ്സിന്റെ പുറമെ കുട്ടികൾക്ക് ഇത്തിരി ഞാൻ രാമായണം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇത് കേട്ടപ്പം AEO ചോദിച്ചു, അല്ല ഞാൻ ഈ രാമായണത്തിലെ വല്ല ചോദ്യങ്ങളൊക്കെ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ ഉത്തരം പറയൂ? അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇവർക്കിതൊക്കെ ബൈഹാർട്ടാണ്. പ്രത്യേകിച്ച് ആ പുറകിലിരിക്കുന്ന 3 എണ്ണം 3 വർഷമായി അടുപ്പിച്ച് കേൾക്കണമെന്ന്. കാരണം അവരിതുവരെ ആ ക്ലാസ്സിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ എന്തുത്തരം പറയും? അപ്പൊ അദ്ദേഹം വന്ന AEO ആ പുറകിലിരിക്കുന്ന വിദ്വാനെ പൊക്കിയിട്ട് ചോദിച്ചു, എന്താ പേര്? രാജു. രാജു, ശങ്കരൻ, ഭഗവാൻ ശങ്കരൻ വില്ലാരാ പൊട്ടിച്ചത്? ഇത് കേട്ടതും ഇവൻ പറഞ്ഞു, ഇവൻ ഭഗവാൻ എന്ന് കേട്ടില്ല, ശങ്കരൻ എന്ന് കേട്ടുള്ളൂ. അപ്പൊ ഇവരുടെ ക്ലാസ്സിലാണെങ്കിൽ ശങ്കരൻ എന്ന് പറഞ്ഞൊരു പയ്യനും ഉണ്ട്. പറഞ്ഞു, സാർ ഞാൻ ശങ്കരന്റെ ഒരു സാധനം തൊടാറില്ല, ഈ കുന്തത്തിനെ കുറിച്ച് എനിക്ക് അറിയൂല, സാർ എന്നെ ഉപദ്രവിക്കരുത്. ഈ ക്ലാസ്സിൽ എന്തു പൊട്ടിയാലും അതിലാദ്യം ഞാനാ പ്രതി. സാറ് കണ്ടോ ആ ക്ലാസ് പൊട്ടിയത് കണ്ടോ? അതിപ്പോ എല്ലാവരും കൂടി എന്റെ തലയിലായിട്ടിരിക്കുന്നത്. ഞാനാണ് പൊട്ടിച്ചത്. ഈ കുട്ടി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചത് ഞാനല്ല സാർ, ഞാനല്ല സാർ, എന്നെ പഴിചാരരുത്, എനിക്കിതായിട്ട് യാതൊരു ബന്ധുവില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഈ അടുത്ത അധ്യാപകനോട് ചോദിച്ചു, എന്താ ഈ കുട്ടി പറയണത്? അപ്പൊ ഈ അധ്യാപകൻ പറയാണ്, ഇവൻ അങ്ങനെ നിഷേധിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സംശയം, ഇവൻ തന്നെയാണോ പൊട്ടിച്ചതെന്ന്. ഈ വിദ്വാൻ ആ രാമായണം പറഞ്ഞു കൊടുത്തത്. എന്തിനാ ഇവനിങ്ങനെ നിഷേധിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല.
വന്ന ഏയ്യോക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇങ്ങോരവിടുന്ന് ജീവനും കൊണ്ട് ഓടി ഈ ഹെഡ് മാസ്റ്റർ റൂമിലേക്ക്. ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ മുകളിൽ റിപ്പോർട്ട് ചെയ്യും. ഒരു അധ്യാപകനുണ്ട്, മലയാളം ക്ലാസ് അധ്യാപകൻ, അയാൾ രാമായണം പറഞ്ഞു കൊടുക്കുകയുണ്ട്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആരാ ബില്ലൊടിച്ചതെന്ന് ചോദിച്ചപ്പം കുട്ടി പറയണത് എന്തും പൊട്ടിച്ചാൽ അവനാണത്രേ. ഞാൻ മാഷോട് ചോദിച്ചത് എന്താ ഈ പറയുന്നത്? അപ്പൊ അയാൾ പറയണ, ഇവൻ അങ്ങനെ നിഷേധിക്കുന്നതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കണമെന്ന്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യും. തന്നെ ആ ഹെഡ് മാസ്റ്റർ ഡാഡി അദ്ദേഹത്തിന് കാല് പിടിച്ചിട്ടു, ഉപദ്രവിക്കരുത് സാർ, ആ ബില്ലിന് എത്ര പൈസ വെച്ചാൽ ഞാൻ തന്നോളാം. ഇനി അതിന്റെ പേരിൽ ഒരു പുല്ലാപ്പുണ്ടാക്കണം നിങ്ങൾ. ഈ സ്കൂളിൽ എന്നും പ്രശ്നങ്ങളാണ്. ഇനി ഒരു തലവേദന ഇവിടെ ഉണ്ടാക്കി വെക്കരുത്. ആ ഏയ്യൊക്കെ തലചുറ്റിയില്ല എന്ന് മാത്രം രാമായണത്തിലെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മള് അർത്ഥമറിയാതെ കാര്യമറിയാതെ യാന്ത്രികമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. അതുകൊണ്ട് ഒരാളുടെ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികം, പറയൂ, മാനസികം, ബൗദ്ധികം, ആത്മീയം, ഈ മേഖലകളിലൊക്കെ മനുഷ്യൻ വികസിച്ചാൽ മാത്രമേ നല്ലൊരു ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ കുടുംബജീവിതമൊക്കെ താളം തെറ്റുന്നതിന് എന്താ കാരണം? എവിടെയോ വികസിച്ചില്ല, അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മറ്റൊരാളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, മറ്റൊരാളുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യനെ ബാധിക്കുന്നതിന് കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. പക്ഷേ വിദ്യാഭ്യാസം പലതും ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഡോക്ടർമാരായാലും എഞ്ചിനീയർ ആയാലും ബുദ്ധിപരമായി പല അറിവുണ്ടാവും. പക്ഷെ ഒരു കുടുംബജീവിതം കൊണ്ടു നടക്കണമെങ്കിൽ ഒരു ആത്മീയ വികാസമുള്ള ഹൃദയം ഉണ്ടാവണം, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. സ്വഭാവ പ്രശ്നങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചും തമ്മിൽ പോരടിച്ചും മത്സരിച്ചും കഴിയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒക്കെ പറയൂ ഒതുങ്ങി നിൽക്കരുത്. അതിൽ ഒതുങ്ങിപ്പോയോ ശരീരവികാസം ഉണ്ടാവില്ല, മാനസിക വികാസം ഉണ്ടാവില്ല, ആത്മീയതയിലൂടെ ഹൃദയ വികാസം ഉണ്ടാവില്ല. വെറും ബുദ്ധിയിൽ കുറെ അറിവുണ്ടാവും. അതുകൊണ്ട് പൂർണ്ണാവോ? നിങ്ങൾക്കൊരു വീട് നിങ്ങൾ കെട്ടുന്നുവെങ്കിൽ ആ വീടിന് പലതും ഉണ്ട് അല്ലേ? അപ്പൊ വീടിന് നമ്മൾ ഫ്രണ്ടിൽ കയറി വരുന്ന അവിടെ ഒരു പോർട്ടിക്കോ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിസിറ്റർ റൂം ഉണ്ടാവുമോ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ടാവൂല്ലയോ? അടുക്കള ഉണ്ടാവും, ബാത്റൂം, ടോയ്ലറ്റ്, ഇതൊക്കെ വേണം. അപ്പൊ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്നതുപോലെയാണ് മനുഷ്യ ശരീരവും. മനുഷ്യ ശരീരത്തിനും ഈ അറകളൊക്കെ ഉണ്ട്. ശാരീരികം, പറയൂ, മാനസികം, ഭൗതികം, ആത്മീയം. ഇന്ന് ഈ വികാസമൊക്കെ ഉള്ളതാണോ വിദ്യാഭ്യാസം? അവർക്ക് പറയൂ, അതിനെന്താണ് വഴി എന്നുള്ളത് ഹിന്ദുക്കൾ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റും? വിദ്യാഭ്യാസത്തിൽ കുറച്ച് അറിവുണ്ടാവും, പക്ഷെ അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല, വിനയമുണ്ടാവില്ല, വികാസമുണ്ടാവില്ല, വിവേകമുണ്ടാവില്ല, ആരോഗ്യമുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? ഓരോ എടുത്തുചാട്ടങ്ങളും ഓരോ തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളും കാരണം ജീവിതത്തിനെന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമായി മാറും. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ അച്ഛനമ്മമാര് വളർത്തുമ്പോൾ ഇത് വേണം. കാരണം വല്ല ബിസിനസ്സുകാരനാണ് കല്യാണം കഴിച്ചതെങ്കിൽ അവൻ കടബാധ്യത വന്ന് അതിനും കൂടെ വിഷം കൊടുത്തിട്ട് മരിക്കുന്ന കാലമാണ്. ആണോ ഇല്ലയോ? അല്ലെങ്കിൽ ഭാര്യയെ കൊന്ന് സ്വയം തൂങ്ങി മരിക്കുന്ന കാലാണത്. അതിനൊന്നും മടിയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ഇപ്പം നെന്മാറ വലിയൊരു കൊലക്കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ചെന്താമരയുടെ വിധി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഈ തരത്തിലുള്ള പ്രതികാര ബുദ്ധികളും ക്രൂരബുദ്ധികളും ഒക്കെയാണ് മനുഷ്യന്റെ ഉള്ളിൽ. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞാണ്. നിൽക്കട്ടെ, നമുക്ക് രാമായണത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ വിശ്വാമിത്ര മഹർഷി അവസാനം സമ്മതമൊക്കെ വാങ്ങി രാമനെയും കൂട്ടി ഏതാ വില്ല് കോതന്റെ പാടി കേട്ട് രാമൻ ഇറങ്ങി. അവരങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അപ്പൊ സിദ്ധാശ്രമം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. 4-5 ദിവസം എടുക്കുന്ന യാത്രയാണ്. 4-5 ദിവസം. അപ്പൊ ആ ഒന്നാമത്തെ ദിവസം തന്നെ രാമനും ലക്ഷ്മണനൊക്കെ കിടക്കുന്നത് സരയൂ നദിയുടെ തീരത്താണ്. അവിടെ ഷെഡും അവർക്ക് താമസിക്കാനുള്ള ഒന്നും പണിതൊട്ടൊന്നുമില്ല. അപ്പം അന്ന് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും പുറത്ത് കിടക്കാൻ പറ്റും.
അപ്പൊ അവര് രാത്രി കടന്നുറങ്ങി, രാവിലെ എണീക്കാൻ വൈകി. അപ്പം അവിടെ വെച്ച് വിശ്വാമിത്ര മഹർഷി ഉപദേശിക്കുകയാണ്, ജീവിതത്തിൽ ഒരു വികാസമുണ്ടാകണമെങ്കിൽ അടുക്കും ചിട്ടയും ഉണ്ടാകും. അതിലേറ്റവും പ്രധാനമാണ് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നെഴുന്നേൽക്കൽ. ഉണർന്നെഴുന്നേറ്റ് കയ്യും കാലും ഒക്കെ കഴുകി ബാത്റൂമിലൊക്കെ പോയി അവിടെ ഇരുന്ന് ജപം പരിശീലിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞ് ഏത് ശീലിക്കണം? ജപം. അങ്ങനെയാണ് രാമന് ഗായത്രി മന്ത്രം ഉപദേശിച്ചത്. ഏത്? ഗായത്രി മന്ത്രം. അതാണല്ലോ പ്രസിദ്ധമായ, നിങ്ങൾ കേട്ട് കാണും, എന്താണ്, വിശ്വാമിത്ര വരികളാണ് രാമായണത്തിൽ. ഇത് വരുന്നത് വാത്മീകി രാമായണത്തിലാണ്. അതാണ് പിന്നീട് ഒരു കീർത്തനമാക്കി MS സുബലക്ഷ്മി അമ്മ അവതരിപ്പിച്ചത്. ഏതാണത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാലത്ത് അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ് അല്ലേ? കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. കേട്ടില്ലേ? ഇതാര് പറഞ്ഞു കൊടുക്കുന്നതാണ്? ഇത് വിശ്വാമിത്ര മഹർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? രാമന്. ഉത്തിഷ്ഠ 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 ഉത്തിഷ്ഠ. കൗസല്യ സുപ്രജ, കൗസല്യയുടെ ശ്രേഷ്ഠനായ പുത്ര. പൂർവ, പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്. സന്ധ്യ, സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നീ എന്ത് ചെയ്യണം? ദൈവമാന്വിതം കർത്തവ്യം കുരു. ദൈവീകമാക്കുന്ന, മനസ്സിനെ ദൈവീകമാക്കുന്ന കാര്യങ്ങൾ ചെയ്താലും. അപ്പൊ രാമൻ അവതാരമൂർത്തിയാണെങ്കിൽ പോലും രാമന് പോലും ഒരു ചിട്ട പകർന്നു കൊടുക്കാൻ ആര് വേണം? ഗുരു വേണം. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വീട്ടില് ഗുരു ഇല്ല, കുരുക്കളേ ഉള്ളൂ. എല്ലാം ഗുരുവായി മാറി. ആരില്ല. അതുകൊണ്ട് മക്കളൊന്നും ഒരു പ്രായമായ അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കില്ല. അപ്പൊ അവര് ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ശനിയും ഞായറും എന്നൊക്കെ പറഞ്ഞാൽ കടന്നുറങ്ങുന്ന ദിവസമായി മാറി. ഓരോ വീടും മതപ്പതിച്ചു പോയി. എന്നാൽ ഈ ദോഷം അധികം ബാധിക്കാത്തത് ക്രിസ്ത്യൻ സമൂഹത്തെയും ഇസ്ലാം സമൂഹത്തെയും. അവർക്ക് 4:30 മണിക്ക് ബാങ്ക് വിളി ഉണ്ടല്ലോ, അവർ എണീറ്റ് അവര് നിസ്കാരം ചെയ്തിരിക്കും. അറിയോ നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ അവർ കൃത്യമായി കുട്ടികൾ വരെ എണീക്കും. കാരണം അവർക്ക് നിസ്കാരം മുടക്കാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഒരു 6 മണിക്ക് അവർ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ 4-5 പള്ളിയാണേ. ഒരു 6 മണി 5:45 എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ പള്ളി ഫുള്ളായിരിക്കും. രാവിലെ പുലർച്ചയ്ക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവസ്ഥ. എന്നാൽ നിങ്ങൾ ഒരു 6 മണിക്ക് ഞായറാഴ്ച അമ്പലത്തിൽ വന്ന് നോക്കൂ, ആ തിരുമേനി ഉണ്ടാവും വീശറി എടുത്ത് വീശണം. ആരും ഞാൻ നുണ പറയല്ല. ശരിയാണോ? ആണോ? എല്ലാവരും 8-9 മണിയാവും അമ്പലങ്ങളിലൊക്കെ പോവാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിട്ട സംസ്കാരം നമുക്ക് ആർക്കും പറഞ്ഞു തന്നില്ല. കാലത്ത് നേരത്തെ എണീക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഈ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറ്റവും നല്ലത് കാലത്ത് എണീറ്റ് ശീലിക്കലാണ്. ഇന്നിപ്പോ ഒരു കണ്ടുപിടുത്തം പറയുന്നത്, കാലത്ത് നേരത്തെ എണീക്കുന്നവർക്ക് ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്താൻ പറ്റും. എന്താണ്? കാലത്ത് നേരത്തെ എണീക്കുന്നവർക്ക് ഏത് കിട്ടും? ഈ നമ്മളൊക്കെ ജനിച്ചു വരുമ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ പേള് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പേള് എന്ന് പറഞ്ഞാൽ പവിഴം അല്ലെ, പവിഴല്ല, എന്തായാലും പറയാ, മുത്ത്. അത് ഈ മുത്ത് ഉണ്ടാവുന്നത് എവിടെയാ അറിയോ? കടലിൽ എവിടെ ഉണ്ടാവണത്? ചിപ്പിക്കുള്ളിൽ. നമുക്ക് അതിനെ കക്കാന്ന് വിളിക്കാൻ വേണമെങ്കിൽ, ഓയിഷ് എന്ന് പറയും അല്ലേ? അതിലാണ് എന്തുണ്ടാവുക? പവിഴവും മുത്തും ഒക്കെ. ഈ മുത്ത് എടുക്കുന്നത് ആ കക്ക പൊട്ടിച്ചെടുത്ത് അതിന്റെ വയറിന്റെ അകത്തുനിന്നാണ് ഇതെടുക്കുക, ആ മുത്തെടുക്കുക. അപ്പൊ ഒരു തുള്ളി വെള്ളം ഇതിനകത്തേക്ക് കയറി ആ ഒരു ഇതിന്റെ ഉള്ളിലുള്ള
ഒരു ഒരു കെമിക്കൽ കൂട്ടുണ്ട്. അതിനോട് ചേരുമ്പോഴാണ് ക്രമേണ അത് വളർന്ന് ഒരു മുത്തായിത്തീരുന്നത്. ആ വെള്ളത്തിന്റെ ഒരു കളറ് അത് ഷൈനിങ് ഏതിൽ വരും? ആ ഒരു കെമിക്കലത്തിൽ വരും. അപ്പൊ അത് നല്ല വെളുത്ത നിറത്തിലുള്ള മുത്തായി മാറും. ചിലത് നല്ല പിങ്ക് കളർ വരും, ചിലത് നല്ല ഡാർക്ക് കളറായി വരും. അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പൊതുവേ നമ്മൾ കാണുന്നത് വെള്ള കളറിലുള്ള പവിഴമുത്ത്, എന്താണ് ഈ അതിന് പറയാ? പവിഴം എന്നല്ല പറയാ, അതിന് പറയാ മുത്തുകൾ എന്നാ പറയാ അല്ലേ? ഈ തരത്തിലുള്ള സാധനം നമുക്ക് ഒരൊറ്റ തുള്ളി വെള്ളമാണ്. അത് അതിന്റെ ആ കെമിക്കൽ സാധനങ്ങളോട് ചേരുമ്പോൾ അത് വളർന്ന് വികസിച്ച് എന്തായി മാറുന്നു? മുത്തായി മാറും. ഇതുപോലെ കാലത്ത് എണീക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ പല ആശയങ്ങൾ വരും. ഈ ആശയങ്ങൾ വരുന്നതിന് കാരണം ജന്മസിദ്ധമായ ചില കെമിക്കൽ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ആ ആശയങ്ങളായിരിക്കും വളർന്ന് അവരുടെ വ്യക്തിത്വത്തെ മാറ്റുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പഴയ കാലത്തേക്ക് സംഗീതം പഠിക്കുന്ന കുട്ടികളോട് കാലത്തെണീറ്റ് സാധകം ചെയ്യാൻ പറയും. ഇതാണ്. അതുപോലെ തന്നെ ബ്രഹ്മചാരിമാരായി മാറുന്ന കുട്ടികളോട് കാലത്തെണീറ്റ് ഗായത്രി മന്ത്രം ചൊല്ലാൻ പറയും. അപ്പൊ ഇതൊക്കെ ചൊല്ലും തോറും അവരുടെ ഉള്ളിലുള്ള ജന്മസിദ്ധമായ കഴിവുകൾ ഉണർന്നു വരാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ രക്ഷിതാക്കളായിട്ട് കളഞ്ഞു കുളിച്ചു. കാരണം നിങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രാധാന്യം ഉണ്ടായില്ല. കൂടുതലും ട്യൂഷന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് അവരൊക്കെ ട്യൂഷൻ ബേർഡുകളായി, അവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി, അവരങ്ങനെ ഐ.ടിക്കാരായി അവരങ്ങനെ പോയി. അവരെ കുട്ടികൾക്കും ഈ സംസ്കാരം ഉള്ളവർ വളരെ കുറഞ്ഞു. അതുകൊണ്ടെന്ന് പറ്റി സ്വാർത്ഥത കയറി പിടിച്ചു, ഹൃദയവിശാലത കുറഞ്ഞു, മനോബലവുമില്ല, ഹൃദയവിശാലതയില്ല, സേവനവും. അപ്പം പിന്നെ എന്ത് ജീവിതമാണ്? അതുകൊണ്ട് ഒക്കെ ഓരോ വ്യക്തികളായി ചുരുങ്ങി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഓരോ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു അപകടങ്ങളാണിത്. ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമാണ് പോപ്പുലേഷൻ ഉള്ളത്. മനസ്സിലായില്ലേ? ഏതൊക്കെ രാജ്യങ്ങളിൽ സംസ്കാരമില്ലയോ ചിട്ടകളില്ലയോ അവിടെയൊന്നും എന്തില്ല, ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഇന്ത്യയും അനുഭവിക്കുന്ന, കേരളമൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും വലിയ വീടും സൗകര്യമുണ്ട്. പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ തലമുറകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനൊക്കെ എന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള കുട്ടികളെങ്കിലും നമ്മൾ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളായിരിക്കും നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി പഠിക്കണം. കാരണം നമുക്കൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, ഇതൊക്കെ ദൈവമാണ് തരേണ്ടത്. ഇപ്പൊ നിങ്ങളോട് ഞാനിതൊക്കെ പറയാൻ കാരണം, രാമനെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ രാമനെ പോലും വലിയ മഹാനാക്കി മാറ്റിയത് ഇപ്പൊ പറഞ്ഞില്ലേ ആരാണ്? അപ്പൊ അവർക്ക് പോലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആര് വേണം? വിശ്വാമിത്രൻ. രാമൻ പോലും ഇത് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുമ്പോഴോ, രാമൻ പോലും ഇതൊക്കെ അനുഷ്ഠിച്ചിരുന്നു. എന്ത്? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, ജപം തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഈ രാമായണം വായിച്ചപ്പോഴും ഭാഗവതം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത്, കൃഷ്ണന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയല്ല, കൃഷ്ണൻ ചെയ്തതുപോലെ നമ്മളും പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. ഭാഗവതം എടുത്തു നോക്കിയാൽ 10-ാം സ്കന്ധത്തില് 70-ാം അധ്യായത്തില് അവിടെ നിങ്ങൾക്ക് കാണാം, 4-ാം ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് കൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ച്. എന്താണ്? രാമേ മുഹൂർത്തവുത്തായ വാരിപസ്പർശ്യമാധവ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. ഇതാണ് ശ്ലോകം. ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമേ മുഹൂർത്ത, രാമമുഹൂർത്തത്തിൽ ഉത്തായ, അർത്ഥമാണ് നിങ്ങൾക്ക്. ബ്രഹ്മമുഹൂർത്തത്തിൽ കൃഷ്ണൻ ഉത്തായ എന്ന് പറഞ്ഞാൽ ഉണരുന്നു. എന്നിട്ട് വാരിപസ്പർശി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കൈയും കാലും ഒക്കെ കഴുകി രാമൻ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ദദ്യോ, ദാനിക്കുന്നു, ലഭിക്കുന്നു. അപ്പൊ കൃഷ്ണനായാലും എന്ത് വേണം? കൃഷ്ണനായാലും എന്ത് വേണം? ജപവും ധ്യാനവും വേണം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം
ഉയരാൻ ആദ്യം വേണ്ടതാണ് ഒരു ചിട്ടയോടു കൂടിയ ജീവിതം. അതാണ് വിശ്വാമിത്ര മഹർഷി ആദ്യം ആർക്ക് പറഞ്ഞു കൊടുത്തത്? രാമന്. അത് കഴിഞ്ഞ് അവര് പല രാജ്യങ്ങളിലൂടെ കടന്നു പോവാണ്. കടന്നു പോകുന്ന സമയത്ത് പല രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ രാമന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ദാരിദ്ര്യം വന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് അധ്വാന ശീലം വളരെ കുറവാണ്. ഇപ്പൊ നോക്കൂ, കേരളത്തില് ഒരുപാട് ആളുകൾ അധ്വാനശീലം കുറഞ്ഞു, വിദേശങ്ങളിലേക്ക് പോട്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ബംഗാളികൾ ഇവിടെ വരേണ്ടി വന്നു. ആണോ അല്ലയോ? അപ്പം എന്ത് പറ്റിച്ചാൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് കൃഷി വേണ്ടാന്ന് വെച്ചു. എല്ലാം സമരമാണ്. കമ്പനികളൊക്കെ അടച്ചുപൂട്ടി. ഇപ്പൊ ജോലിയില്ല, പണമില്ലാതെ ജീവിക്കാൻ പറ്റും. സമരം ചെയ്തുകൊണ്ട് എന്താ കിട്ടാൻ പോണത്? ആരെങ്കിലും വീട്ടിൽ പണം കൊണ്ടുതരുമോ? അങ്ങനെ വന്നപ്പോ എന്തായി? ജോലി അന്വേഷിച്ച് അന്യരാജ്യങ്ങളിൽ പോകേണ്ടി വന്നു, അല്ലേ? ഈ കമ്മ്യൂണിസം തകർന്നു പോയത് അതുകൊണ്ടാണ്. ചൈനയിൽ കമ്മ്യൂണിസം തകരാത്തത് എന്തുകൊണ്ടാണ്? അവര് ചൈനയിൽ സമരമില്ല. അവര് കമ്പനികളും മറ്റും കൂടുതൽ വികസിപ്പിച്ച് ജോലി കൊടുക്കുകയാണ്. ഇവിടെ ഉള്ള കമ്പനി എങ്ങനെ മുതലാളിത്തത്തിന്റെ പേരിൽ പൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആണോ അല്ലയോ? നിങ്ങളുടെ ഈ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് ധാരാളം ഇഷ്ടിക ഉണ്ടാക്കുന്ന, കട്ടയുണ്ടാക്കുന്ന കമ്പനികളും ധാരാളം നെല്ല് അരിയാക്കുന്ന കമ്പനികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ആയിരുന്നോ അല്ലയോ? എന്നാൽ ഇന്നിപ്പോ അതൊക്കെ ഇവിടേക്ക് പോയി, കാലടി ഭാഗങ്ങളിലേക്ക് പോയി. ഇന്നിപ്പോ ആരും അരിയൊന്നും ഉണ്ടാക്കാൻ ഇവിടെ പറ്റുന്നില്ല. കാരണം അത്രമാത്രം നെല്ല് ഇവിടെ ഇല്ല. ആണോ? ഈ തരത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ജോലി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സമരം ചെയ്ത് പല പ്രശ്നങ്ങൾ പറഞ്ഞ് അതെല്ലാം കൂട്ടി ഇല്ലാതാക്കി. ആണോ അല്ലയോ? ഇതുപോലെ ഹിന്ദു വീടുകളിൽ കുട്ടികൾ ഉണ്ടാവുന്നതിന്റെ എണ്ണവും കുറഞ്ഞു. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. അവര് കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവരെ വീട്ടിൽ 4-5 കുട്ടികളായി. അവരെ കുട്ടികൾ ഇവിടെ തന്നെ ബിസിനസ് ചെയ്തു. നിങ്ങളത് ആലോചിച്ചു, ഏത് മുക്കിലും മൂലയിൽ അവരാണ് ബിസിനസ്സുകാരായി. ആണോ? നമ്മൾ ദരിദ്രരായി മാറി. ഒരു കാലത്ത് സമ്പന്നരായിരുന്നവരൊക്കെ ദരിദ്രരായി വീടിന്റെ ഉള്ളിൽ കൂടി അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഹോമിലിരിക്കുന്ന, ഓൾഡ് ഏജ് ഹോമിലിരിക്കുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞു. പോട്ടെ. അപ്പൊ ഇവിടെ രാമനെ പലതും പറഞ്ഞു കൊടുത്തു. പിന്നെയാണ് രാമന്റെ ജീവിതത്തിൽ സങ്കീർണമായ 2-3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് താടകാവധം എന്നുള്ളത്. താടകീവതി. അപ്പം ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ, കാമ്യവനത്തിലൂടെ പോകുമ്പോൾ വളരെ ഒരു ഭീകര അന്തരീക്ഷം. അപ്പൊ ചോദിക്കുകയാണ് രാമൻ, എന്താ ഇവിടെ ഒരു ഭയാനകത, എന്താ ഇവിടെ ഒരു മൂകത? അപ്പം പറഞ്ഞു, ഇവിടെയാണ് അവള് താമസിക്കുന്നത്. ആര്? താടക. അവള് ഇതിലെ ഒരുത്തനും പോവാൻ സമ്മതിക്കില്ല. രാമായണത്തിൽ 75 വരികൾ നിങ്ങൾക്കറിയാം. അവളെ പേടിച്ചാരും ഈ വഴിക്ക് പോവില്ല. അത്ര ഭീകരയായിരുന്നു ആര്? താടക. അത്ര ശക്തിയുള്ളവളായി. പണ്ടത്തെ ഈ കാരണവന്മാരെ പോലെയാണ്, അമ്മാവന്മാരെ പോലെയൊക്കെയാണ്, അല്ലേ? പഴയ കാലത്തെ കാരണവന്മാരെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വഴി മാറി നടക്കും. ഈ താടകയെ കണ്ട് വഴി മാറി നടക്കുന്ന പോലെ ഇന്നും പഴയ വീടുകളിലൊക്കെ ആര്? സ്വന്തം വീട്ടിലെ അമ്മാവന്മാരെ കണ്ടിട്ട് വഴി മാറി നടന്നവർ എത്ര പേരുണ്ട് ഇവിടെ? അതാ കുറെ ഇരിക്കണം ഒരമ്മമാര്. അപ്പൊ പഴയ കാലത്ത് ഈ താടകയൊക്കെ നമ്മുടെ വീടുകളിലും ഉണ്ടായിരുന്നു, അല്ലേ? അവരൊരു അവതാരം വീടുകളിലും ഉണ്ടായിരുന്നു. ഭയങ്കര ഭീകരന്മാരായിരുന്നു. താടക മനുഷ്യനെ കൊല്ലുന്നു മാത്രമല്ല, അവള് സൂപ്പുണ്ടാക്കി കുടിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവളായിരുന്നു ആര്? മനുഷ്യ രക്തം കുടിക്കാൻ കഴിയുന്ന പിശാച് പോലെ. അതുകൊണ്ട് രാമനോട് പറഞ്ഞു, ഇവള് ഒരു സമൂഹത്തിന് ബാധ്യതയാണ്, ഇവളൊരു സാമൂഹ്യ ദ്രോഹിയാണ്. അതുകൊണ്ട് രാമ, നീ അവളെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അപ്പൊ രാമൻ അവളെ കണ്ടിട്ട് പോലുമില്ല. പറഞ്ഞു, അവളെ എവിടെയാണെന്ന്. നീ ശബ്ദം അധികം ഉണ്ടാക്കണ്ട, അവളെ കാണേണ്ടിയില്ല. അവളെന്താ നിനക്ക് അറിയില്ല. വെറുതെ ഒരു ഞാൻ വലിച്ചാൽ തന്നെ അവൾ ഇവിടെ എത്തും. അപ്പൊ അതുകൊണ്ട് രാമ റെഡി ആയിട്ടിരുന്നോളൂ. അപ്പൊ രാമന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ വന്നു. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരത സംസ്കാരത്തിൽ 3 പേരെ കൊല്ലുന്നത് ബ്രഹ്മഹത്യാ പാപം. ആരൊക്കെയാണ്? ഗുരുക്കന്മാരെ കൊല്ലാൻ പാടില്ല, ബ്രാഹ്മണരെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്. അപ്പൊ രാമന്റെ ഉള്ളിൽ ഒരു ശങ്ക. ഈ താടക എന്ന് പറയുന്നത്
സ്ത്രീയല്ലേ, അവളെ കൊല്ലാൻ പാടൂ? അതൊരു ധർമ്മത്തിന് നിരക്കുന്നതല്ലല്ലോ. അപ്പോ വിശ്വാമിത്ര മഹർഷി അവിടെ മാറ്റി പറഞ്ഞു കൊടുക്കുക, ഒരാള് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, അവിടെ ഏറ്റവും പ്രധാനം രാജ്യത്തിന്റെ സുരക്ഷയാണ്, പ്രജകളുടെ സുരക്ഷയും ക്ഷേമവും. അപ്പൊ പ്രജകളുടെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടാകുന്ന ആള് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും ആര് നോക്കരുത്? രാജാക്കന്മാര് നോക്കരുത്. കാരണം രാജാവിന്റെ പ്രയോറിറ്റി എപ്പോഴും പ്രജകളുടെ ക്ഷേമവും സുരക്ഷയുമാണ്. അതിന് തടസ്സം സൃഷ്ടിക്കുന്നവരെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? രാജാവിനാണ്. അപ്പൊ ഇവളോട് ശിക്ഷ എന്ന് അപ്പോഴും രാമന്റെ ഉള്ളിലൊരു ചിന്ത, അവളുടെ മൂക്കൊക്കെ അങ്ങോട്ട് ചെത്തിക്കളഞ്ഞാ പോരെ. ആരെ പോലെ? ശൂർപ്പണഖയെ പോലെ. അതുപോലെ അത്രയും പോരെ. പറഞ്ഞു മൂക്ക് ചെത്താൻ അടുത്തേക്ക് എത്തണ്ടേ? അവളോട് ഒന്ന് പറയാൻ പറ്റുമോ, താടക അന്ന് മൂക്ക് കാണിച്ചതാന്ന്? ഇതെന്താ ബാർബർ ഷോപ്പോ? മൂക്ക് കാണിച്ചിട്ട് അവളിങ്ങനെ നിൽക്കുന്നതും അവളെ മൂക്ക് ടിക് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നതും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അവൾ അതിന്റെ മുമ്പ് തന്നെ മൂക്ക് ചെത്താൻ വന്നവനെ തന്നെ ചെത്തിയിട്ടുണ്ടാവും അവൾ അത്രയും അത്ഭുത ശക്തിയുള്ള ഒരുത്തിയാണ്. അതുകൊണ്ട് അവളോട് ഇത്തരം കിന്നാരങ്ങളൊന്നും പറഞ്ഞിരിക്കരുത്. ഇപ്പൊ രാമന് മനസ്സിലായി, ഈ താടക എന്ന് പറയുന്നത് ചില്ലറക്കാരി അല്ല, അവള് നല്ല കരുത്തുള്ള, ശക്തിയുള്ള, ഭീകരതയുള്ള, ക്രൂരതയുള്ള, ദുഷ്ടത്തരമുള്ള ഒരുത്തിയാണ്. അവൾ പാലക്കാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരാളായിരുന്നു. പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ആര്? താടക. നമ്മൾ ചിലപ്പോഴൊക്കെ ദേഷ്യം വന്നാ പറയും, എന്ത്, ഓ താടക വരുന്നുണ്ട് എന്ന്. പക്ഷെ ഈ താടക എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള കരുത്തുള്ള ഒരുത്തിയായിരുന്നു. ഏതായാലും രാമൻ അസ്ത്രമെടുത്തു, താടകയെ നോക്കിക്കൊണ്ട് ഉന്നം ചെയ്ത് താടകയെ കൊല്ലുക. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മഹർഷിയുടെ ജീവിതത്തിലല്ല, അവിടെയുള്ള ഒരുപാട് മഹർഷിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ താടകയെ രാമൻ വധിച്ചു. രാമന്റെ ജീവിതത്തിലെ ആദ്യത്തെ വധമാണ് ഏത് താടകാവധം. ഇപ്പൊ രാമൻ എന്താണ് അതിലൂടെ പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ രാമന്റെ മുന്നിൽ ഒരു ധർമാധർമ്മങ്ങൾ വരികയാണ്. സ്ത്രീയെ കൊല്ലുന്നത് അധർമ്മമല്ലേ? അധർമ്മമാണ്. എന്നാൽ അത് ധർമ്മമാണോ? ധർമ്മമാണ്. എപ്പോ അതാണ് ഈ ധർമാധർമ്മത്തിന്റെ അർത്ഥം നമുക്ക് ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ധർമ്മമാവുന്നത്? എപ്പോഴാണ് ധർമ്മമാവുന്നത്? മനസ്സിലായില്ല. അത് ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഒരു സ്ത്രീ അപകടകാരിയാണെങ്കിൽ അവളെ കൊല്ലുന്നത് അധർമ്മമല്ല, തെറ്റല്ല. അപ്പൊ അവിടെ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും തന്നെയാണ് പ്രധാനം. ആണോ? അതിന് അപകടം നിൽക്കുന്ന ആരെയും എന്ത് ചെയ്യണം? ഒരു രാജാവ് ഇല്ലാതാക്കണം. അല്ലെങ്കിൽ അത് ജനങ്ങളുടെ നിലനിൽപ്പിനെ, ഒരു സ്വസ്ഥമായ ജീവിതത്തിനെ ബാധിക്കും. നോക്കൂ, ഇതൊക്കെ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഒക്കെ, അവര് ബോർഡറിൽ ജോലി ചെയ്യുന്നു. ഒരു തീവ്രവാദി എന്ന് പറയുന്ന ഒരുത്തൻ, ആരാണെന്ന് അറിയില്ല, ഒരുത്തൻ കയറി വരുന്നു. അപ്പൊ ഇവൻ പറയാൻ പലതും മടിക്കുമ്പോൾ അവനെ വെടിവെച്ചു കൊല്ലുന്നു. അവൻ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം, അവൻ ഒരു ടെററിസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഈ പട്ടാളക്കാരനെ സംബന്ധിച്ച് അവനെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണ്? കാരണം ഒരു രാജ്യത്തിന് അപകടമുണ്ടാക്കാൻ വന്നതാണോ എന്നൊരു സംശയത്തിലാണ് ഒരാളെ വെടിവെക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവർ നിർദ്ദേശം കൊടുക്കും ആരാണ് എന്താണ്. അപ്പൊ അവരെ മൂവ്മെന്റ് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും അതെന്തെങ്കിലും സസ്പീഷ്യസ് മൂവ്മെന്റ് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഷൂട്ട് ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല അവർക്ക്. കാരണം അവരങ്ങനെ ട്രെയിൻഡാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? രാജ്യത്തിന്റെ സുരക്ഷയാണ്, ജനങ്ങളുടെ ക്ഷേമമാണ്. ആണോ അല്ലയോ? ഇതൊക്കെ ഭാരതത്തിലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് വാത്മീകി മഹർഷി ഇവിടെ വിശ്വാമിത്ര മഹർഷിയെ കൊണ്ട് രാമൻ ഉപദേശിക്കുകയാണ്. അപ്പൊ ഇത് രാമൻ കൊട്ടാരത്തിൽ നിന്ന് രാമന് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ രാമൻ ഇതെല്ലാം പഠിക്കാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, വിശ്വാമിത്ര മഹർഷി കേവലം യാഗരക്ഷയ്ക്ക് മാത്രമല്ല കൊണ്ടുപോയത്. നാളെ ഇതുപോലൊരു ഇഷ്യൂ വന്നാൽ
അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് രാജ്യത്തിനും പ്രജകൾക്കുമാണ്. എനിക്ക് ഇന്നലെ വളരെ സന്തോഷം തോന്നിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി റിസൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ഒരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെക്കുന്നത്. ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്ത വ്യക്തിയല്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തതിൽ എനിക്ക് യാതൊരു പങ്കില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ ധർമ്മ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ, എനിക്കെതിരെ ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. രാജ്യത്തിന് വേണ്ടി ഞാൻ മാറി നിൽക്കണം. അപ്പൊ ആ ഒരു മനസ്സുണ്ടല്ലോ, ഒരു ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത്, അതാണ് ഭാരതത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു ചിന്താഗതി. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ വാക്ക് മറക്കരുത്. ഇത് എവിടെയാ കേട്ടിട്ടുള്ളത്? എവിടെയാ കേട്ടിട്ടുള്ളത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഇത് ഗീതയിലുള്ള വരികളാണ്. ആർക്കെങ്കിലും അറിയോ അത് മുഴുവൻ? അറിയുന്നവർ എത്ര പേരുണ്ട്? ഏതാ വരികള്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനം, അതിനുവേണ്ടി ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി താടകയെ വധിക്കുന്നത് അധർമ്മമല്ല. ഇത് രാമൻ പഠിച്ചു. അപ്പൊ പിൽക്കാലത്ത് രാമന് ഇതാണ് സീതാദേവിയെ വനത്തിൽ അല്ലെങ്കിൽ ആശ്രമ സന്നിധിയില്, വനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം എന്താണ്, വാത്മീകി ആശ്രമ സന്നിധിയില് കൊണ്ടുവിടാൻ ഒരു ധൈര്യം കൊടുത്തത്. കാരണം ഒരു രാജ്യത്തിന്റെ സുരക്ഷ, ഒരു രാജ്യത്തിന്റെ ക്ഷേമം, ഒരു രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ പോലും ത്യജിക്കാൻ ഒരു രാജാവിന് മടിയുണ്ടാവരുത്. കാരണം രാജാവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് പ്രജകളും രാജ്യവും തന്നെയാണ്. ബാക്കിയെല്ലാം കുടുംബാംഗങ്ങൾ പോലും രണ്ടാമതാണ്. മനസ്സിലായില്ലേ? അവിടേക്കാണ് നമ്മുടെ രാമനെ ഗാന്ധിജിയൊക്കെ ഒരു ആദർശ പുരുഷനായി കണ്ടത്. ത്യാഗം എന്നത് ഉജ്ജ്വലമായി മനസ്സിലാക്കി പ്രായോഗികമാക്കിയ ആളാണ് ആര്? രാമൻ. തനിക്ക് അർഹതപ്പെട്ട രാജ്യം നഷ്ടപ്പെടുമ്പോഴും അതിനെ ത്യാഗം ചെയ്ത് കാട്ടിലേക്ക് പോവാൻ മടി കാണിക്കാത്ത ആളായിരുന്നു ആര്? രാമൻ എന്നുള്ളത്. അപ്പൊ ത്യാഗം, അതുപോലെ തന്നെ സഹനശക്തി, ക്ഷമാശക്തി, മനോബലം, ഇതൊക്കെ രാമനിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് രാമനെ തളർത്താൻ വിധിക്ക് പോലും സാധിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും കുറെയൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നിവിടെ ഓർമ്മിപ്പിക്കണം. നിൽക്കട്ടെ. എനിവേ, താടകാവധമൊക്കെ കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമത്തിലെത്തുക. അവിടെ എത്തുന്നതിന് മുമ്പ് രാമന് രണ്ട് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. രണ്ട് കാര്യങ്ങളും വിശ്വാമിത്ര മഹർഷി പറഞ്ഞ് പകർന്നു കൊടുക്കും. ഒന്ന്, നേരത്തെ ഇന്നലെ നമ്മൾ കൂത്തൊക്കെ കേട്ടപ്പോ പറഞ്ഞു അല്ലേ, അവിടെ വിശപ്പും ദാഹവും രാമന് ലക്ഷ്മണന് അറിയാതിരിക്കാൻ ഒരു മന്ത്രം ഉപദേശിച്ചു. ഒന്നല്ല, രണ്ട് മന്ത്രങ്ങള്. എന്താണത്? ബലാരിഷ്ടവും അതിബലാരിഷ്ടവും. എന്താ, ആയുർവേദ ചികിത്സയാണോ രാമന്? ബലാരിഷ്ടാണോ കൊടുത്തത്? ബലയും ബലയും അതിബലയും. വേറെന്തോ പറഞ്ഞോ ആരോ? ബലയും അതിബലയും. ഇങ്ങനെ രണ്ട് മന്ത്രങ്ങള് ആർക്ക് ഉപദേശിച്ചു? രാമൻ വിശ്വാമിത്ര മഹർഷിക്ക് ഉപദേശിച്ചു. തല തിരിഞ്ഞു അതൊക്കെ ഇവിടെ. രാമന് വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു. അതെന്താണ് ഈ രണ്ടെണ്ണം? വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളാണ്, അല്ലെങ്കിൽ മന്ത്രങ്ങളാണ്. ഏത്? ബലയും അതിബലയും. അപ്പോ അന്നത്തെ കാലഘട്ടത്തില് ആയുർവേദ പ്രകാരമോ ചില ഔഷധങ്ങളോ മന്ത്രങ്ങളോ ഉണ്ടായിരുന്നു. നമ്മുടെ ദാഹത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങള്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മഹർഷിവര്യന്മാരൊക്കെ കാട്ടിൽ ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ വിശപ്പും മറ്റും പിടിച്ചു നിർത്താനുള്ള, ദാഹത്തെയും പിടിച്ചു നിർത്താനുള്ളൊരു ശക്തി അവർക്ക് കിട്ടിയത് ഇത്തരത്തിലുള്ള മന്ത്ര സിദ്ധികളിലൂടെയും ആയുർവേദ ഔഷധ സിദ്ധികളിലൂടെയൊക്കെ
ആയിരിക്കണം. മനസ്സിലായില്ലേ? ഭാരതത്തിന് ഇത്രമാത്രം ഒരു മനുഷ്യ ശരീരത്തിന്റെ വിശപ്പും ദാഹവും നിയന്ത്രിക്കാൻ അറിയുന്ന കഴിവുള്ള മന്ത്രങ്ങളൊക്കെ പൂർവികർക്ക് അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണല്ലോ ആർക്ക് പറഞ്ഞു കൊടുത്തത്? രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. കാരണം വിശ്വാമിത്ര മഹർഷിക്ക് ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഇവർക്ക് പുട്ട്, ദോശ, ഇഡ്ഡലി, കുത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ പെട്ടുപോയില്ലേ? കാട്ടിലിരുന്നിട്ട് പറയാം എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ തോന്നണോ പറഞ്ഞാൽ പെട്ടുപോയി, ഈ ദാഹിക്കണോ പറഞ്ഞാൽ പെട്ടുപോയി. അപ്പൊ ഇവർക്ക് ഈ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് എന്തായി? മിണ്ടാണ്ട് ഒരു ഭാഗത്ത് അവർ കാരണം വിശപ്പും ദാഹവും ഇല്ല, അങ്ങനെ അവിടെ ഇരുന്നോളൂ. മനസ്സിലായില്ലേ? ഈ തരത്തിൽ വിശപ്പും ദാഹവും ഇല്ലാത്ത, പണ്ട് ഈ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പറയും. നാറാണത്ത് ഭ്രാന്തൻ വലിയൊരു സിദ്ധനായി, അവധൂതനായി. ഇദ്ദേഹം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും വഴിയിൽ കിട്ടിയാൽ അതൊക്കെ എടുത്ത് കുടിക്കും. ഒരിക്കല് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഒരുത്തൻ കള്ള് എത്തി കള്ള് കൊണ്ടുവരും. ആ കള്ളുകാരനോട് ആ കള്ള് വാങ്ങിച്ചത് അതുപോലെ മൂന്ന്. അപ്പൊ ഒരു ശിഷ്യൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ നല്ലതാണ്, കാരണം ഇതൊക്കെയാണല്ലോ കിട്ടുന്നത് കുടിക്കാൻ. അവനാണെങ്കിൽ ഇത്തരം ലഹരിയോടൊക്കെ ഒത്തിരി താല്പര്യമുള്ളവനാണ്. അപ്പം നാരായണത്ത് ഭ്രാന്തനോട് പറഞ്ഞു അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കണം, വരൂ. നടന്ന് തളർന്നപ്പം നാരായണത്ത് ഭ്രാന്തൻ ഒരു കൊല്ലന്റെ ആലയിലാണ് കയറിയത്. ഇവിടെ ഒരു കൊല്ലൻ ആല നടത്തും. അപ്പൊ ഈ കൊല്ലൻ ഇരുമ്പ് സാധനങ്ങളൊക്കെ ചുട്ടുപഴുപ്പിച്ചാൽ ഇത് തണുപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു പാത്രത്തില് വെള്ളം ആക്കി വെച്ചിട്ട് ആ ഇരുമ്പ് കഷ്ണം ഏതിലെ മുക്കുക? ആ പാത്രത്തിലുള്ള വെള്ളം. അപ്പൊ ഈ നാറാണത്ത് ഭ്രാന്തൻ ചെന്നപ്പോ ആ വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ. ആ കരിഞ്ഞ് ഇരുമ്പിന്റെയൊക്കെ അംശമുള്ള ആ വെള്ളം അങ്ങനെ തന്നെ. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു കുടിച്ചോളൂ എന്ന്. അവൻ അവിടുന്ന് ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. ആദ്യത്തേതൊക്കെ ഇതത്ര ശരിയല്ല. അപ്പൊ നാറാണത്ത് ഭ്രാന്തന് കള്ളായാലും കൊല്ലന്റെ ആലയിലെ വെള്ളമായാലും എല്ലാം ആ ഒരുപോലെ. അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അത്ര ഒരു സിദ്ധിയിലേക്ക് ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതുപോലെയാണ് ബലയും അതിബലയും. രാമനൊക്കെ അത് പരിശീലിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 55 ദിവ്യ അസ്ത്രങ്ങളെ കുറിച്ചും മന്ത്രങ്ങളും വിശ്വാമിത്ര മഹർഷി രാമന് ഉപദേശിച്ചു. എത്ര? 55 ദിവ്യ അസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവ് ആർക്ക് പകർന്നു? രാമന് പകർന്നു കൊടുത്തു എന്നാണ്. രാമൻ ഈ അറിവുകളൊക്കെ നേടിയത് മഹർഷിവര്യന്മാരിലൂടെയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഞാൻ എന്തിനാ പറയണിച്ചാൽ കേവലം അവതാരമായത് കൊണ്ടല്ല രാമന്റെ മഹത്വം. രാമന് ഇതെല്ലാം പകർന്നു കൊടുത്ത ഗുരുക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. രാമൻ അത് അനുഷ്ഠിച്ചിരുന്നു. നമ്മൾ ഹിന്ദുക്കൾക്ക് ഇവിടെയാണ് ഒരു വലിയ വ്യത്യാസം. നമ്മൾ ഈ രാമനെയൊക്കെ കാണുന്നത് രാമൻ ജനിച്ചപ്പോ തന്നെ അത്ഭുത സിദ്ധിയുള്ളൊരു അവതാരമായിട്ടാണ്, ദൈവമായിട്ടാണ്. പക്ഷെ രാമൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം ഗുരുക്കന്മാർ പറഞ്ഞത് പരിശീലിച്ചിട്ടാണ് അങ്ങനെ ഒരു ദൈവീകതയിലേക്ക് ഉയർന്നതെങ്കിൽ രാമനിലൂടെ നമ്മളും പഠിക്കേണ്ടിയിരുന്ന എന്താണ്? പ്രാർത്ഥന ആയിരുന്നില്ലേ നമുക്ക് വേണ്ടത്? നിരന്തരമായ പ്രയത്നങ്ങളാണ്, പരിശീലനങ്ങളാണ്, അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആണോ ഇല്ലയോ? ഇപ്പൊ രാമന് പോലും ഇതെല്ലാം ഉപദേശിക്കാൻ ആര് വേണ്ടി വന്നു? പറയൂ. ഗുരു വിശ്വാമിത്ര മഹർഷി വേണ്ടി വന്നു. നമ്മൾ ആ രീതിയിലാണോ രാമനെ കാണുന്നത്? നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? നിങ്ങളിപ്പോ തൃപ്പയാറ് പോയ രാമനെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ തിരുവല്ലാമലയിൽ പോയ രാമനെ കാണുന്ന എന്തായിട്ടാണ്? എല്ലാം ഒരു ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ തരുന്ന ഒരു ദൈവമായിട്ടാണ് ആരെ കാണുന്നത്? ശ്രീരാമനെ കാണുന്നത്. ഒരുപക്ഷെ ശ്രീരാമസ്വാമി ജീവനോടുകൂടി ഇരുന്നിരുന്നെങ്കിൽ പറയും, മക്കളെ ഞാനിത് പഠിച്ചത് വിശ്വാമിത്രനിൽ നിന്നാണ്. നിങ്ങളും വല്ല ഗുരുക്കന്മാരെയും കണ്ടെത്തി വല്ലതും 4 അക്ഷരം പഠിക്കാൻ നോക്കൂ. അല്ലാതെ എൻ്റെ മുന്നിലിരുന്നിട്ട് കൈനീട്ടിയിട്ടൊന്നും കാര്യമില്ലാതെ രാമൻ പറയുമായിരുന്നു. അതിപ്പോ കല്ലിന്റെ രൂപത്തിലായതുകൊണ്ട് പാവൻ രാമനൊന്നും മിണ്ടാനും പറ്റില്ല. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നത്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക വിശ്വാമിത്ര മഹർഷിയാണ് രാമനൊരു ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. കൗസല്യ സുപ്രജ എന്നുള്ള മന്ത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ ഗായത്രി ഉപദേശിക്കുന്നത്, അതൊക്കെ രാമൻ പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഒക്കെ ഈ ഋഷിവര്യന്മാരിൽ നിന്നാണ്.
അത് കഴിഞ്ഞിട്ട് രാമന് ദിവ്യാസ്ത്രങ്ങൾ കിട്ടുന്നത്, വിശപ്പും ദാഹവും മാറ്റാനുള്ള മന്ത്രങ്ങൾ കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് ഇനി സിദ്ധാശ്രമത്തിലെത്തി. സിദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ വിശ്വാമിത്ര മഹർഷിയുടെ കേന്ദ്രമാണ് ഏത്? സിദ്ധാശ്രമം. അവിടെയാണ് അദ്ദേഹം വിശ്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വിശ്വയാഗം നടത്തുന്നത്. അങ്ങനെ വിശ്വയാഗം നടത്തുകയാണ് വിശ്വത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും നന്മയുണ്ടാവണം. ഈ യാഗ അഗ്നിയിലേക്കാണ് ക്രൂരന്മാരായ ദുഷ്ടന്മാരായ മാരീചനും സുബാഹുവും മാംസവും രക്തവും മലമൂത്രാദികളൊക്കെ കൊണ്ടുവന്നിട്ട് ആ യാഗ അഗ്നിയെ അപവിത്രമാക്കുന്നത്. ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞു, രാമ ഇനി അങ്ങ് കാവല് നിൽക്കണം. ലക്ഷ്മണനും രാമനും കാവല് നിൽക്കുകയാണ്. ഈ നേരത്തെ താടകയെ എവിടെയോ ദൂരെ കണ്ടിട്ട് അമ്പ് ചെയ്തതാണ്. അങ്ങനെയാണ് താടക. ഇതല്ല, ഇത് ഇങ്ങോട്ട് കയറി വരികയാണ് രണ്ടെണ്ണം. ഇവരെയാണ് നേരിടേണ്ടത്. അപ്പം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ അപകടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ജാഗ്രതയോടെ വിജിലൻസ് ആയിട്ട് വേണം ഇരിക്കാൻ. അപ്പം വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ സംരക്ഷിക്കാൻ രാമലക്ഷ്മണന്മാര് ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ കൃഷിസ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പന്നി വരുന്നത് പടക്കം പൊട്ടിച്ച് ഓടിക്കാനൊക്കെ ഉറക്കൊഴിഞ്ഞിരിക്കുന്ന ആൾക്കാര്. ഇതുപോലെ ഇവിടെ രണ്ടെണ്ണം വരാൻ പോവുകയാണ്. ആരൊക്കെ? ഇത് പടക്കം പൊട്ടിച്ചാൽ പോകുന്ന സാധനങ്ങളല്ല, ഇതിന് അസ്ത്രം തന്നെ വേണം അല്ലേ? അതും ഇവർക്കൊക്കെ ആണെങ്കിൽ മായാ കഴികളുണ്ട്. ഏതൊക്കെ രൂപം മാറി ഏതൊക്കെ ഭാവത്തിലാണ് വരിക എന്നറിയില്ല. ഒന്ന് ശ്രദ്ധക്കുറവ് വന്നാൽ, ജാഗ്രതക്കുറവ് വന്നാൽ ഇവർ അപകടകാരികളാണ്. അങ്ങനെ രാമനും ലക്ഷ്മണനും നിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇവർക്കൊക്കെ വേഷം മാറാനുള്ള ഒടിയെന്നൊക്കെ പറയില്ലേ, ഒടിയന്മാരെന്ന്. അതായത് പെട്ടെന്ന് അവരുടെ രൂപഭാവങ്ങൾ മാറും. ആളുകൾ വിചാരിക്കും മാനാണോ അല്ലെങ്കിൽ എന്തോ ആണെന്ന്. വാസ്തവത്തിൽ അതൊരു അപകടം പിടിച്ചൊരു അസുരനോ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ആയിരിക്കും. ആ ഒരു കാഴ്ച അവർക്ക് ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും പറ്റണം. ഏതായാലും അങ്ങനെ പ്രാർത്ഥനാനിരതരായിട്ട് അവരങ്ങനെ ജപിച്ചും ഭജിച്ചും അവിടെ നിൽക്കുമ്പോഴാണ് സുബാഹുവും മാരീചനും അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ സുബാഹുവിനെ രാമൻ ഒറ്റ ബാണം കൊണ്ട് തീർത്ത് കളഞ്ഞു. മാരീചന്റെ നേരെയും ഒരസ്ത്രം അയച്ചപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കടലിൽ ചെന്ന് രക്ഷപ്പെട്ടത് മുങ്ങിയെന്നാണ്. അത്ര ദൂരേക്ക് അവൻ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവനെയും കൊല്ലുമായിരുന്നു. അങ്ങനെ സുബാഹു വധിക്കപ്പെട്ടതോടെ, നേരത്തെ താടക വധിക്കപ്പെട്ടതോടെ തന്നെ അവിടുത്തെ രാക്ഷസന്മാരുടെ ശല്യം തീർന്നു. വളരെ ഗംഭീരമായിട്ട് യാഗം പൂർത്തിയാക്കി. യാഗമൊക്കെ പൂർത്തിയായതിനു ശേഷം ഇനി യാഗമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ? പ്രത്യേകിച്ചില്ല. ഇനിയിപ്പോ അടുത്തത് തിരിച്ചു പോരലാണ്. അപ്പൊ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അടുത്തൊരു പ്രശ്നമല്ല കാര്യം അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് രാമനോട് ചോദിച്ചു, വിദേഹ രാജ്യത്തിലെ ജനക മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിൽ പണ്ട് പരശുരാമന് ശിവൻ കൊടുത്ത ഒരു വില്ലുണ്ട്. ആ വില്ലിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താണ്? പരമശിവൻ പരശുരാമസ്വാമിക്ക് കൊടുത്തത്. പരശുരാമസ്വാമി അത് ജനക മഹാരാജാവിന് കൊടുത്ത ഒരു വില്ല് അവിടെ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ആർക്കാ പറയാൻ പറ്റും? ആ വില്ലിന്റെ പേരെന്താണ്? ഈ ചാറ്റ് GPT-യിലൊന്നും ചോദിക്കരുതേ. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉള്ളതുകൊണ്ട് കള്ളത്തരം കാണിക്കരുത്. അതിന്റെ പേരെന്താണ്? ആ വില്ലിന്റെ പേരെന്താണ്? അറിയില്ല.
ത്രയംബകം മാത്രമേ ഉള്ളൂ? ത്രയംബകാണോ? ത്രയംബകാണോ? അതിന്റെ പേര് പിനാകം. എന്താണ് അതിന്റെ പേരെന്താണ്? പിനാകം. അതാണ് ആ ഒരു വില്ലിന്റെ പേര്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ കറക്റ്റ്. ഏതായാലും അങ്ങനെ ഒരു വില്ല് അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ കടിഞ്ഞാൺ കെട്ടാൻ ഇതുവരെ ആർക്കും പറ്റില്ല. കടിഞ്ഞാൺ കെട്ടണം. ആർക്കാണോ അതിന്റെ കടിഞ്ഞാൺ കെട്ടാൻ പറ്റുന്നത് അവരെ രാജാവ് അദ്ദേഹത്തിന്റെ മകളെ കൊടുത്ത് വരനായി സ്വീകരിക്കും. മകളെ വിവാഹം കഴിച്ചു. രാമന് താല്പര്യമുണ്ടോ? നോക്കണം. ഇപ്പം കടിഞ്ഞാൺ കെട്ടിയാൽ ഇപ്പം എന്തായി? കടിഞ്ഞാൺ കെട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലും ഒരു കടിഞ്ഞാണായി. കാരണം ജീവിതത്തിലും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരും, അല്ലേ? വിവാഹം കഴിക്കേണ്ടി വരും രാമൻ. അപ്പോ വിവാഹം കഴിക്കാൻ ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒന്നും സമ്മതമൊന്നുമില്ല ഇതിന്. ഈ മഹർഷിയുടെ പിന്നാലെ പോയതാണ്. പോയത് യാഗരക്ഷയ്ക്കാണ്. ഇപ്പം എന്തിനാണ് പോകുന്നത്? വില്ല് കെട്ടാനാണ് പോകുന്നത്. അതിന്റെ രണ്ടറ്റവും വലിച്ചു കെട്ടാൻ പോകും. കടിഞ്ഞാണ് അതിന്റെ എന്താണ് പറയാ, കടിഞ്ഞാണ് കെട്ടണം, അല്ലേ? ആ ഞാണ് വലിച്ചു കെട്ടണം. ഈ ഞാണ് വലിച്ചു കെട്ടി അതിലെങ്ങാനും കെട്ടി അത് പൊട്ടി എങ്കിൽ പിന്നെന്താ സംഭവിക്കുക? സീതാദേവിയെ രാമൻ കല്യാണം കഴിക്കേണ്ടി വരും. അപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ രാമൻ എന്താ പറയുക? ഇന്നത്തെ കാലത്തല്ല, നിങ്ങളുടെയൊക്കെ കാലം. ഇന്നാണെങ്കിൽ പോട്ടെ, കല്യാണമെങ്കിൽ കല്യാണം എന്താവട്ടെ. അച്ഛനും അമ്മയും അറിയാത്തൊരു കാര്യത്തിന് രാമൻ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ ഇവിടെ ആ മഹർഷിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അതെല്ലാം നല്ലതിനായിരിക്കും എന്നുള്ളൊരു തോന്നല്. ഇപ്പൊ മഹർഷിയിൽ നിന്ന് രാമൻ ശരിക്കും യാഗരക്ഷ മാത്രമല്ല, രാമന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ രാമന് ഉണ്ടാക്കാൻ സാധിച്ചു. ആ യാത്ര രാമന്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു ചിട്ടകളുണ്ടായി, മന്ത്രജപമുണ്ടായി, കുറെ അസ്ത്രവിദ്യ നേടാൻ പറ്റി, അല്ലേ? അതുപോലെ തന്നെ താടകയെ പോലുള്ളവരെ ഒരു രാജ്യത്തിന് വേണ്ടി കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കി. എനിക്ക് രാക്ഷസരെ നേരിടാൻ പറ്റും എന്നുള്ള രാമന് മനസ്സിലായി. അങ്ങനെ പല കാര്യങ്ങളും രാമൻ കഴിവ് ബോധ്യപ്പെട്ട് പോയ ഒരു യാത്രയാണ് ഏത്? വിശ്വാമിത്ര മഹർഷിയോട് ഒന്നിച്ചുള്ള യാത്ര. ഇപ്പോൾ ഇതാ മറ്റൊരു കാര്യം. ഏതാണ്? രാമന് ആ ഭഗവാൻ ശങ്കരന്റെയും പരശുരാമസ്വാമിയുടെയും കൈകളാൽ കൊടുത്ത ആ വില്ലിന്റെ ഞാണ് വലിച്ചു കെട്ടണം. അതാണ് അടുത്ത പരിപാടി. അപ്പൊ അതിന് രാമൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്ത ടൂർ തുടങ്ങാണ്, യാത്ര. രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് വിദേഹ രാജ്യത്തിലേക്കുള്ള യാത്ര. അപ്പൊ വിദേഹ രാജ്യം എന്നാണ് ആരുടെ രാജ്യത്തിന്റെ പേര്? ജനക മഹാരാജാവിന്റെ രാജ്യത്തിന്റെ പേരാണ് വിദേഹ നഗരം. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ജനകപുരി അങ്ങോട്ട് പോവാണ്. ആ പോകുന്ന വഴിക്കാണ് മറ്റൊരു സംഭവം. അതെന്താണ്? വളരെ ശൂന്യമായി കിടക്കുന്ന ഒരാശ്രമ പരിസരത്തിലൂടെ ഒരു പോകുമ്പോൾ ആരാണ്, എന്താണ് ഇവിടെ ഒരു മൂകതയും ശൂന്യതയും എന്ന് പറഞ്ഞപ്പം പിന്നീട് നമ്മൾ കേട്ട കഥ, ഒരു രാമന് കല്ലിന്റെ മുകളിൽ കാല് വെക്കാൻ പറയുന്നതും ആ കല്ല് അഹല്യയായി മാറുന്നതൊക്കെയാണ്. അപ്പൊ വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കല്ല് അഹല്യയാവോ? കല്ലായി ഒരാൾ മാറിയാൽ അത് പെണ്ണായി മാറുമോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതൊക്കെ നമുക്ക് ഒരു കാപ്പിക്ക് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ചായ കുടിച്ചിട്ട് വേഗം വരിക. എന്നിട്ട് നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം നമുക്ക് അടുത്ത ഈ ഭാഗങ്ങൾ പറഞ്ഞു പ്രസംഗിക്കാം. ജാനകീ ജീവനസ്മരണം